പ്രശ്നം എന്താ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞിറക്കിയ എന്നിട്ട് ഇന്ന് ന്യായം പറയുന്നു. ഇതാണ് പ്രശ്നം. നീ വരാൻ പോണ മാസം ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു മാരുതി കാർ 100 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഒരു അംബാസിഡർ 120 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കാൻ. എന്റെ പൊന്ന് ചേട്ടാ, മാരുതി കാർ കോട്ടയത്തേക്കും പോയി, അംബാസിഡർ എറണാകുളത്തേക്കും പോയി. അല്ല, എറണാകുളത്ത് ഇപ്പൊ സ്ഥലത്തിന് എന്ത് വിലന്ന് വിചാരിച്ച്? പണ്ട് 5000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കണം. അല്ല, രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ നാണ്യത്തിന് ഡിമാൻഡായി. ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം. എന്റെ പൊന്ന് ചേട്ടാ, അവിടുത്തെ കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കണത്. ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട്? 26. മലയാളത്തിലോ? 56. അപ്പൊ 56 26 പോയാ 30 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 30 ദിവസം. അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ 365 ദിവസം. സംഭവം ആകെ കുഴയും. ഒന്ന് നിർത്തോ. എന്താ പ്രശ്നം? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നമൊന്നോ? എന്ത് ബന്ധമാണ് ചേട്ടൻ പറയണത്? എന്റെ പൊന്നു ചേട്ടൻ, ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ ഒരു മിഥ്യല്ലേ? എനിക്കുണ്ട് കുറെ ബന്ധുക്കാര് കോതമംഗലത്ത്. എന്റെ ഒരു അമ്മാവനാണ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാരുടെ പവറാണ് പവർ. എന്റെ പൊന്നു നീ പോന്നാ? ഞാൻ കുറച്ചും പോന്നല്ലോടാ. അപ്പിക്കോട്ടെ, എന്താടാ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ, വലിയ പ്രശ്നമായി. നീ പോന്നു? എടാ, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലേ ഉമാരി ഇടിച്ചെന്റെ കൂമ്പ് കളിക്കാൻ. അതെ, ഇടി എന്ന് പറഞ്ഞല്ലോ, സൂപ്പർ ഇടി. മോഹൻലാലിന്റെ പോലെ സൂപ്പർ. അല്ല, സൂപ്പർമാൻ മരിച്ചറിഞ്ഞാ? നിർത്തടാ, അല്ലെങ്കിൽ അടുത്ത അടി കിടക്കും. എടാ അപ്പി, പണക്കാരനായ എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ വരെ നമ്മൾ ഒന്നിച്ചാഘോഷിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കുകയാണ്. ഇതാ നിന്റെ വിസ. ഒരാഴ്ചക്കകം നീ ഗൾഫിലേക്ക് പറഞ്ഞു. അവിടെ എന്ത് പണി? എനിക്ക് ഇവിടെ എന്ത് പണിയാ നിനക്ക്? കാർപെന്റർ. അവിടെ കാർ പെയിന്റർ. രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ. പിന്നെ നീയും എന്നെ പോലെ വലിയ കോടീശ്വരനാവുമ്പോ ഈ പാവം പിള്ളേരെയും കൈ പിടിച്ചുയർത്തി എന്നെയും ചവിട്ടി മെതിക്കരുത്. ഒരിക്കലില്ലടാ. ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു. നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളെടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ചയെടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫുകാരൻ കാണുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട ഭാവം നടിക്കാതെ പോവാം. പക്ഷെ ഞാൻ വണ്ടി നിർത്തും. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു 100ന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് തരും. ആര് ചെയ്യണം അങ്ങനെയൊക്കെ? അതാണ് ഈ അപ്പിക്കുട്ടൻ. എന്റെ കൂളിംഗ് ഗ്ലാസ് എടാ, വെറുതെ ആണോടാ നീ നന്നാവാത്തത്? നന്നാവണെങ്കിലേ ബൂസ്റ്റ് കഴിക്കണം. ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി എന്ന് TV പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? TV ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ. TVക്കൊക്കെ ഇപ്പൊ എന്താ വില? അല്ല, പ്രോഡക്റ്റ് ചെലവാവണമെങ്കിൽ പരസ്യം വേണം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഏത് മതിലേലും നോക്കിയാലും പരസ്യം പതിക്കരുത്, പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കുകയും ചെയ്യും. ഞാൻ അടിച്ചു നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ നിങ്ങളുടെ പഴയ രായപ്പനല്ലേടാ. ഒരിക്കൽ പട്ടാപാതിരയ്ക്ക് കള്ളവണ്ടി കയറി നാടുവിട്ടവനാ ഞാൻ. അല്ല, നാട്ടിൽ നിന്ന് ഓടിച്ചത് തന്നെ. ഒത്തിരി അനുഭവിച്ചു, ഒരുപാടുണ്ടാക്കി, സർവ്വതും നേടി. നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം, കേശവനോട്. ഹെഡ് കോൺസ്റ്റബിൾ കരടി കേശവൻ. അയാളിപ്പോ ഹെഡ് കോൺസ്റ്റബിൾ അല്ല, SI. അതെ, റിട്ടയർ ചെയ്യാൻ 1 വർഷമുള്ളൂ. അപ്പോഴാ പ്രൊമോഷൻ കിട്ടിയത്. ഗുഡ്. അയാൾ ഉയരട്ടെ, ആകാശം മുട്ട വളരട്ടെ. എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എന്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പ് ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് രാജാവിന്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അയാൾ എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്? അയാളുടെ മോൾ അഞ്ജുവിന് ഒരു ചെറിയ പ്രേമലേഖനം കൊടുത്തതിന് കിട്ടിയ ശിക്ഷ. ആ ഇടിയുടെ വേദന ഇപ്പോഴും ഈ മുതുകിലുണ്ടടാ. ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമ നിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ജുവിനെ എനിക്ക് കെട്ടണം. കല്യാണം കഴിച്ച അയാളുടെ മകളെ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനു വേണ്ടിയാ. അപ്പൊ മണിയോ? മണി ഒരു പ്രശ്നമേ അല്ല, ഇഷ്ടം പോലെ വരെ അറിയാം. ഇത് ആ മണിയല്ല, മണികണ്ഠൻ, അവളുടെ മുറചെറുക്കൻ. ശരിയാ, അവളെ മാത്രമേ കെട്ടൂന്ന് 1000 വട്ടം കുന്നുകുഴി കവലെ വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനവൻ. അതൊന്നും ഒരു തടസ്സാവില്ല. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരടി കേശവന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു. രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ കണ്ടില്ല. ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഞാൻ കേട്ടു. ഇത്തിരി കാശ? കോടീശ്വരൻ അവൻ, കോടീശ്വരൻ. അവനിട്ടിരിക്കുന്ന പാന്റ് ഷർട്ട് എന്തിനും അണ്ടർവെയറിന് 1 ലക്ഷങ്ങളെ വില. നേരോ? ഓവർ ആകരുത്. നീ എന്ത് പറയണേ? എന്റെ പൊന്നു സാറ്, ഞാൻ നുണ പറയണതല്ല. 1992 ഞാനും രാജപ്പനും കൂടി ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടിന് എന്താ വില എന്നറിയോ? 300 രൂപ 90 പൈസ.
അന്ന് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോലെ ഭയങ്കര ഇറക്കം. ഇറക്കത്തിൽ ഞാൻ സാധാരണ ന്യൂട്രലിൽ പോകാറല്ലോ. ഞാൻ നോക്കുമ്പോഴാ എന്റെ ഓപ്പോസിറ്റ് ലോറി ചീറി പാഞ്ഞു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ്. എന്റെ പൊന്ന് സാറേ, രണ്ടും കൂടി കൂട്ടിമുട്ടി. അയ്യോ. ഓൺ ദി സ്പോട്ടിൽ 20 പേര് വേറെ ബസ് കയറി പോയി. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മൾ യാത്ര ചെയ്യണേ കാറിൽ യാത്ര ചെയ്യണം. ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളുള്ളത്? ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ, എന്താ പെർഫോമൻസ്. നിർത്തിക്ക്. ഇവിടെ വിഷയം രാജപ്പൻ പണക്കാരനായതാ. എന്താ രാജപ്പൻ പണക്കാരനായത്. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാറി അക്കൗണ്ടിലല്ലേ? നാരിയൊക്കെ ഉണ്ടോ? നാറി അക്കൗണ്ട് അല്ല സാറേ, NRI ഓ, അക്കൗണ്ട്. NRI. ആ, പിന്നെ സ്വന്തമായിട്ട് 3 ഫ്ലൈറ്റ്. 3 ഫ്ലൈറ്റോ? ഫ്ലൈറ്റ് അല്ല, ഫ്ലാറ്റ്. ഓ, ആ, ഫ്ലാറ്റ് ഫ്ലാറ്റ്. പിന്നെ കാറിന് കാറ്, പെണ്ണിന് പെണ്ണ്. പെണ്ണോ? പെണ്ണിന് പെണ്ണല്ല, പൊന്നിന് പൊന്ന്. അറബിയില് പൊന്നിന് പെണ്ണെന്ന് പറയാ. രാജപ്പന് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. എല്ലാം കൊമ്പത്തുന്ന. അതിനൊന്നും കാര്യമില്ലല്ലോ. എന്തു പറ്റി? രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ? തുറന്നു പറയാലോ സാറേ, രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട്. പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ ഒരു തന്റേടി ആയിരിക്കണം. ഒരു സർക്കാർ ജോലിക്കാരനാകണം. കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം. അയ്യേ, ഞാനെന്ത് മണ്ടരാ? അയ്യേ 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 അയ്യേ, സാർ പോലീസുകാരനല്ലേ? അതെ, സാറിനൊരു മോളില്ലേ? ഉണ്ടല്ലോ. തോമസ് കുട്ടി, നമുക്ക് ഇത് ആലോചിച്ച പോരെ? മതിയല്ലോ. എന്തൊരു ബുദ്ധി. എനിക്ക് യാതൊരു സമ്മതക്കുറവുമില്ല. തൃപ്തിയാ. ഒന്നിങ്ങ് വന്നേ. കേട്ടുവാ, കേട്ടോടി ഭംഗി. നമ്മുടെ രാജപ്പൻ നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? എന്റെ മോടെ കെട്ടു നടത്താനുള്ള പുറപ്പാടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടാ. മതി, ചത്തിട്ട് മതി. 2 or 3 ദിവസം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. അങ്ങനെ എന്റെ കാറ്റ് പെട്ടെന്ന് പോകുന്നു നീ കരുതണ്ടടാ. അയ്യോ അച്ഛാ, ഏ, കാറ്റ് പോയോ? ഇല്ലടാ. നിങ്ങൾ എന്താ അച്ഛനെ കൊല്ലാൻ പോവാണോ? ദേഷ്യം വന്ന അച്ഛന് വലിയ കൂടുതൽ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മോൾ ഇതൊന്നും സമ്മതിക്കില്ല. അവൾക്ക് മണിയണ്ടനെ മതിയെന്ന് വാശിയില്ല. എടീ, വേലയും കൂലി ഇല്ലാത്ത ഒരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് 10 പലതും ഇല്ലടി. നിങ്ങളുടെ പങ്കക്ക് വാക്ക് കൊടുത്തത് ഞാനല്ല. ഓ, സാരമില്ല. അവന് സർക്കാർ ഉദ്യോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പെണ്ണു കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവനത് കിട്ടുകയുമില്ല, ഞാനത് നടത്തുകയും ചെയ്യും. ആ പിന്നെ സമയം കളയാതെ നീ നിന്റെ മോളെ കാര്യവിവരത്തിനൊന്ന് ഗുണദോഷിക്ക്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും രാജപ്പനെ ഞാനിവിടെ പെണ്ണ് കാണാൻ വരുത്തും. അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ രാജപ്പനെ ഇപ്പൊ തന്നെ വരുത്താം. ഇപ്പോഴോ? ഇപ്പൊ രാജപ്പ, വരണം വരണം വരണം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 5 വർഷമായല്ലേ? മോനെ, നീ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അതല്ല, ഈ തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിൽ ഒരു ദുസ്വപ്നം പോലെ ഞാൻ എന്നേ മറന്നു. വരൂ വരൂ. ഇരിക്കും മോനെ, ഇരിക്കെ. ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത്. ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശുകാരനാവാൻ അവിടെ എന്ത് ബിസിനസ് ചെയ്തിട്ടാ? പലരുടെയും ജീവിതത്തിൽ ഉയർച്ച പെട്ടെന്നായിരിക്കും. സാധാ പോലീസുകാരൻ സാറിപ്പോ സബ് ഇൻസ്പെക്ടറായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനൊരു കോടീശ്വരനുമായി. അന്ന് നാട് വിട്ടോ ഞാൻ ചെന്നിറങ്ങിയത് അലയില്ല അലഞ്ഞിരിഞ്ഞു കുറച്ചാലോ. അവിടുന്ന് ഖത്തറിലെത്തി അത്തർ കച്ചവടം തുടങ്ങി. പിന്നെ മസ്കലിലെത്തി ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി. പിന്നെ 2-3 കിണറൊക്കെ വാങ്ങി പെട്രോൾ കച്ചവടമൊക്കെ കഴിഞ്ഞു കൂടുന്നു. ഈയിടെ ദുബായിൽ വെച്ച് ഒന്നുകൂടെ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ലേഡീസ് സ്റ്റോറിൽ കയറി. അവിടെ വെച്ചൊരു കൊച്ചുകുട്ടി രാജ്മോൻ എന്നോട് ചോദിച്ചു. അത് ഫ്ലൈറ്റ് വെച്ചല്ലേ? അത് വേറെ രാജ്മോൻ, ഇത് വേറെ. ഏതി രാജമോൻ? അല്ല, രാജുമോൻ എന്താ ചോദിച്ചേ? അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്യുതന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛനെന്ന്. യെസ്, ഐ എം എ രാജപ്പൻ, ആൻ ഓർഡിനറി രാജപ്പൻ. മൈ ഫോൺ നമ്പർ ഈസ് 2255. എടി പങ്കി, മോളെ ഇങ്ങോട്ട് വിളിച്ചേ. ഞാൻ വരില്ല. മോളെ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്നെ നിർബന്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനി എല്ലാവരെയും മുന്നിൽ വെച്ച് നീ നിന്റെ അച്ഛന്റെ വില കളയണ്ട. പെണ്ണ് കാണുന്നതല്ലേ ഉള്ളൂ. ആരില്ല, എന്റെ ചിതയ്ക്ക് കൊള്ളി വെക്കേണ്ടവനാ എന്റെ കൊച്ചുമോൻ മണികണ്ഠൻ. ഞാൻ അവനെ കൊണ്ടേ നിന്നെ കെട്ടിക്കൂ. മുത്തശ്ശ, മോളി ചെല്ല്. മോളെ, ഈ വേഷമൊക്കെ ഒന്ന് മാറണ്ടേ? ഈ കോലത്തിൽ എന്നെ കണ്ടാ മതി. മോളെ, ചായ. അങ്ങോട്ട് കൊടുക്കുമോളെ. സോറി കേട്ടോ. എന്താ മോളെ ഇത്? വേഗം പോയി ചായ എടുത്തൊന്ന് വാ.
എനിക്ക് നേരിട്ട് ഇടപെട്ടല്ലേ പ്രോബ്ലം സോൾവ് ചെയ്ത്. ആണോ? ആ, പിന്നെ കൊടുക്കുമോളെ. അയ്യോ, എന്റെ മോടെ ഒരു ഭാഗ്യമേ. ചായ എങ്ങനുണ്ട്? ഗുഡ് ഗുഡ്. ഇതുപോലെ ഒന്നുകൂടെ കിട്ടുമോ? നോക്കി നിൽക്കാതൊന്നും എടുത്തോണ്ട് വാ മോളെ. അവളുണ്ടാക്കിയതാ. എന്തോ ഒരു കൈപ്പുണ്യം അറിയാവോ? എനിക്ക് കുടിച്ചപ്പോഴേ തോന്നി. ആ, വാ മോളെ. അങ്ങോട്ട് ഒഴിച്ച് കൊടുക്ക്. അയ്യോ അറിയാതെ. എന്തു പറ്റി നിനക്ക്? പോകത്ത് പോകാൻ. സോറി രായപ്പാ. ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് നമുക്കറിയാം. അതെ, നിനക്ക് പെണ്ണിനോട് പേഴ്സണൽ ആയിട്ട് വല്ലതും സംസാരിക്കാണ്ട്? അയ്യോ, ഞാനത് മറന്നു. ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ? കൊള്ളാം. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? അകത്തോട്ട് ചെന്നാട്ടെ. ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന നിന്റെ കയ്യിൽ ഒരു കൊച്ചു ലവ് ലെറ്റർ തന്നത്? അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഗിന്നസ് ബുക്കിൽ കൊടുക്കാനാ. ആഹാ. ഒരു പേജിൽ തന്നെ 250 അക്ഷരത്തെറ്റാ. ലോക റെക്കോർഡല്ലേ. ഈ വലിയ നിലയിലും അക്ഷരത്തെറ്റിൽ അത് എഴുതാൻ പഠിച്ചോ? അത് പിന്നെ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തിട്ടല്ലേ ഞാൻ നേരെ ഗൾഫിലേക്ക് പോയത്. അതൊക്കെ പോട്ടെ. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ ഇരിക്കുന്ന 100 കണക്കിന് റഷ്യൻ സുന്ദരിമാർ ദുബായിൽ വെച്ച് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പുഷ്പം പോലെ തട്ടിമാറ്റി. അതെന്താണ് ചോദിക്കുക? ചോദിക്കാതെ തന്നെ എനിക്കറിയാം. എന്താ? രാജപ്പന്റെ മനസ്സ് നിറച്ചു ഞാനായിരുന്നു. കറക്റ്റ്. എന്നാലേ എന്റെ മനസ്സ് നിറയെ എന്റെ മുറിച്ചടക്കം മണിയാണ്ടനാ. നില്ലേ ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ച. അതുകൊണ്ട് ഞെട്ടലും ഇല്ല. പെണ്ണ് കാണാൻ വന്ന എന്നെ നീ ഇൻസൾട്ട് ചെയ്ത മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒന്നോർത്തോ, നിന്റെ കഴുത്തിലൊരു മിന്നിന്റെ യോഗമുണ്ടെങ്കിൽ അത് കെട്ടുന്നത് വയൽ നേത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ ഈ രാജപ്പനായിരിക്കും. അങ്കിൾ, ഇനി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഓ. കല്യാണത്തിന് എപ്പോ വേണേലും ഞാൻ റെഡി. അപ്പൊ വൈദ്യം കൽപ്പിച്ചതും ചിക്കൻ ഫ്രൈ, രോഗി ഇച്ഛിച്ചതും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ പോലെ. ചിക്കൻ ഫ്രൈ അല്ലടോ, പാല്. അതെ, പാല്. പിന്നെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഗൾഫിലേക്ക്. അതെ, സാറിന് ഈ ഒരു മോള് മാത്രമേ? അതെ. സാറിന് ഭാഗ്യമില്ലാണ്ടായി പോയി. ആ. അല്ല, ഞാനും ഇവനെ പോലെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വരുമ്പോഴേ അപ്പൊ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അല്ല, സാറ് വിഷമിക്കണ്ട, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇനിയും സമയമുണ്ടല്ലോ. നോക്കാം. പോട്ടെ. നടക്ക് പോട്ടെ. ഞാൻ കുറച്ച് ഓവറായോ എന്ന് സംശയം. ഏത് തണ്ടിയാടാ വണ്ടി കൊണ്ടൊന്ന് വട്ടം വെച്ചത്? അപ്പിക്കുട്ടാ, നീ എപ്പോ വന്നടാ? ഞാൻ തിരിച്ചു വരികയില്ലാന്ന് നീ കരുതി അല്ലടാ? ഏയ്, ഞാൻ നിന്റെ രാജമോനെ കണ്ടു. എന്നെ കണ്ടപ്പോ അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന് ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന്. ഞാൻ പറഞ്ഞു രാജപ്പനെന്നൊരു പരമ തെണ്ടിയാണെന്ന്. നീ ആടാ രാജാവിന്റെ മല്ല വിൻസൻ തോമസാ? നിനക്ക് എല്ലാവരുടെ മുൻപിലും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കള്ളവിസ നിന്നെ ഗൾഫിലേക്ക് അയച്ചത്. അതിന് നീ കാശ് മേടിച്ചില്ല. അവിടെ ചെന്ന് നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ എല്ലായിടത്തും എനിക്ക് അടി കിട്ടി. തല്ലുകൊണ്ട് ഇഞ്ച പരുവത്തിലായപ്പോഴാണ് നിന്റെ കഥ ഞാൻ അറിഞ്ഞത്. 5 വർഷം മുമ്പ് അറബിയുടെ വീട്ടിൽ വേലക്കാരനായി കയറി പറ്റിയ നീ അറബിയെ പറ്റിച്ച് ലക്ഷങ്ങളുമായി മുങ്ങിയ കഥ. നീ മൂലം ഒരു പാവം പെണ്ണും കൂടി ചതിയിൽപ്പെടാൻ സമ്മതിക്കില്ലടാ. ഞാൻ വിളിച്ചു പറയും ഈ നാട് മൊത്തം നിന്റെ കഥ. ഞാൻ പറഞ്ഞു നീ ഒരു പുല്ല് പറയണ്ടാ. എനിക്ക് പോണോന്ന്. പോകാൻ നിന്നെ വിട്ടിട്ട് വേണ്ട പട്ടി. മാറില്ലടാ. മാറിയില്ലെങ്കിൽ എന്റെ ദൈവമേ, ഏരിയയിൽ ഒടിഞ്ഞ്. വക്കീലെന്താ അടുക്കളപ്പണി ചെയ്യാം? എന്തേ വക്കീലിന് അടുക്കളപ്പണി ചെയ്യാൻ പാടില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? പാവം ബാലേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയും നാളും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്നിപ്പോ ബാലേട്ടന് വേണ്ടി ഞാനൊരു ഭക്ഷണ പരീക്ഷണം നടത്താന്ന് കരുതി. ഓഹോ. ഭവതി നിങ്ങൾ വന്നാട്ടെ. ബാലേട്ടന് വേണ്ടി നല്ല രുചികരമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനും സഹായിക്കൂ. സാർ എന്ത് പരീക്ഷണം നടത്തി നോക്കട്ടെ? തുടങ്ങുമ്പോ വലിയ പ്ലാനായിരുന്നു. എന്നാലും എന്തായിരുന്നു പ്ലാൻ? ഒരു സാമ്പാറാണ് ഉദ്ദേശിച്ചത്. ഇതോ? അയ്യോ, ഒരവിയിലെങ്കിലും ആക്കി നമുക്കിത് രക്ഷപ്പെടുത്തി എടുക്കണം. ഒന്ന് മാറി നിന്നേ. ഉം. എല്ലാം കണ്ടു പഠിച്ചോണം. കേസിലെ വക്കീലായാലും ജീവിക്കണ്ടേ? അതെ, ഉള്ളിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എന്ത്? ഉടനെ കല്യാണം അങ്ങ് നടത്താൻ ബാലേട്ടനോട് പറയട്ടെ? അയ്യോ, ഇപ്പൊ വേണ്ട. പിന്നെ എപ്പ വേണം? കല്യാണക്കാര്യം പറഞ്ഞപ്പോ പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അതിരിക്കട്ടെ, ഇക്കാര്യത്തിൽ എന്താ തീരുമാനം? ആ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വാസുവേട്ടനോട് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. എന്നാ പെട്ടെന്ന് കെട്ടാൻ നോക്ക്. ചേട്ടൻ കെട്ടിയാലേ അനിയന്റെ റൂട്ട് ശരിയാവുമല്ലേ?
എടാ ഭയങ്കര എന്റെ കാര്യത്തിൽ നോക്കണ്ട. കുറെ കേസൊക്കെ വാദിച്ച് പേരും കാശുമായാൽ നിന്റെ കല്യാണം അടിച്ചു പൊളിച്ചങ്ങ് നടത്തിയേക്കാം. നീ ഇന്ന് കോടതി പോണില്ലേ? എന്തിന്? കേസ് വാദിക്കാൻ. ഏത് കേസ്? അതൊന്നും ഇപ്പൊ നടക്കില്ല. അപ്പൊ നിന്നെ പഠിപ്പിച്ചതൊക്കെ വെറുതെ ആയോ? അതല്ല ചേട്ടാ, ആദ്യം വേണ്ടത് നല്ലൊരു പേരാ. എടാ സാക്ഷാൽ ഭഗവാന്റെ പേരല്ലോ നിനക്ക് ഇട്ടിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ. എന്താ മോശം പേര്? എന്റെ പൊന്ന് ചേട്ടാ, ഒരു നല്ല വക്കീലിന്റെ കൂടെ കുറെ കാലം പ്രാക്ടീസ് ചെയ്ത് പേരുണ്ടാക്കുന്ന കാര്യം പറയണത്. എന്താ? കോടതിയും കക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധം വന്നാലേ പിന്നീട് കേസും കാശൊക്കെ കിട്ടൂ. ഓ അത് ശരി. ചേട്ടൻ അഡ്വക്കേറ്റ് ഈശ്വരപിള്ള അറിയോ? അറിയാവുന്നോ? ഇപ്പൊ സംസാരിച്ച് പിരിഞ്ഞല്ലേ ഉള്ളൂ. ഈശ്വരപിള്ള പിന്നെ എന്നാ ചേട്ടൻ ഈശ്വരൻ വക്കീലിനോട് ഒന്ന് പറയണം എന്നെ ജൂനിയറായിട്ട് നിർത്താൻ. 1 മണിക്കൂർ മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരല്പ ചാൻസ് ഉണ്ടായിരുന്നു. വളരെ വൈകിപ്പോയ നീയാ. എന്ന് വെച്ചാ? അത് നടക്കില്ല. അതെന്താ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമാ. നീ വേറെ വക്കീലിനെ തപ്പുന്നതാണ് ബുദ്ധി. എനിക്ക് ഈശ്വരൻ വക്കീലിന്റെ കൂടെ തന്നെ നിന്നേ പറ്റൂ. അത്രയ്ക്ക് പ്രഗത്ഭനാണ് അദ്ദേഹം. ചേട്ടൻ അത് എങ്ങനെയും ശരിയാക്കി തരണം. ദൈവമേ, കിട്ടിയ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഒന്ന് ഒന്നും തെറ്റിദ്ധരിക്കരുത്. നിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ഇങ്ങനെ പറയാൻ വന്ന എന്റെ ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ കൊല്ലാൻ വന്നിരിക്കുന്നു, ഞാൻ രക്ഷിക്കാനും. കുത്തി മലത്ത് ഞാൻ, പേടിക്ക് കുത്തി മലത്ത് ഞാൻ. വക്കീലെ തൊട്ടേനെ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അടുത്തിടി മിസ്സാക്കല്ലേ? മിസ്സാക്കിയതല്ല, ഒരു കാലിന് നീളില്ല. എന്താ ഇത്? ഒരു ഇടി കൊണ്ട ഇത്രയും ദൂരം വന്ന് വീഴുവോ? വാസുട്ട, ഇത് ഓവറാണ്. ആണോ? പിന്നെ എങ്ങനെയുണ്ട്? MGR തോറ്റുപോകും. എന്നേം പോട്ടെ. സാറിന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ശത്രുക്കൾ ഇനിയും വരും. എന്ന് വരും. കണ്ടില്ലേ അവന്റെ ബുദ്ധി? ഇവൻ വക്കീലാകേണ്ടവൻ തന്നെ. കേറി പറ്റിയത് കണ്ടില്ലേ? അതല്ലേ വാസുട്ട ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടവനെ പഠിപ്പിച്ചത്. ഇത് എന്റെ മോള് ആശ. മോളെ ഇത് ഉണ്ണികൃഷ്ണൻ. ഇന്ന് തെരുവിൽ വെച്ച് എന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. ഞാനൊന്ന് അടിപതറിയ സമയത്ത് ഈ ഹീറോ ഭയങ്കര വിശപ്പ്. എന്താ ടിഫിൻ? ഓ ഫോൺ. ആശ പോയി ദോശ എടുക്ക്, അച്ഛൻ പോയി ഫോൺ എടുക്കാം. ആശ, നല്ല പേര്, എനിക്കിഷ്ടായി ഒറ്റ നോട്ടത്തിൽ തന്നെ. എന്നാ എനിക്കങ്ങനല്ല, ഒരുപാട് നോട്ടത്തില ഇഷ്ടായത്. 18 അടവും പയറ്റിയിട്ട ഈ പാവം കാമുകൻ രാജകുമാരിയുടെ അടുത്ത് എത്തിയിരിക്കണേ. ഇനി എന്താ വേണ്ടേ? ഇനി രാജാവിന്റെ പടനായകനാവാൻ നോക്ക്. അവിടുന്ന് രാജപ്രീതി സമ്പാദിച്ച് മകളെ വേളി കഴിച്ചരോന്ന് ചോദിക്കണം. രാജാവ് സമ്മതിച്ചില്ലെങ്കിലോ? അംഗം വെട്ടി പെണ്ണിനെ നേടണം. ഒരു സിനിമാ നിർമ്മാതാവാ, അയാളുടെ ക്ലൈമാക്സ് ആരോ മുറിച്ചെടുത്ത് വേറൊരു പടത്തെ കയറ്റിയത്. എഡിറ്ററും പ്രതിയാത്രേ. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ സാറിനൊരു ഉപകാരം ചെയ്തില്ലേ? അതാണോ ആലോചിക്കുന്നത്? വളരെ നന്ദിയുണ്ട്. ഇരിക്കും. അത് വെറും നന്ദിയിൽ ഒതുക്കാതെ ഒരു പ്രത്യുപകാരം ചെയ്തൂടെ? ഞാനൊരു LLB കാരനാ. എൻറോൾമെന്റ് കഴിഞ്ഞു. എന്നെ ജൂനിയറായിട്ട്. എന്തിനാ കുഞ്ഞെ വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യണത്? ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. കോടതിയിൽ തിരക്കൊക്കെ കുറവാ. മറ്റൊരു പണിയും കിട്ടാതെ വരുമ്പോഴാ വക്കീൽ പണിക്ക് നടക്കണത്. ഈ LLBക്ക് സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ നല്ല മാർക്കറ്റാത് കേട്ടു. ട്രൈ ചെയ്തൂടെ? അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആള് ഒരാഗ്രഹം പറയുമ്പോ ഇതാ മറുപടി പറയാ. എന്റെ കൂടെ 5-8 പേരുണ്ട്. ആ കൂടെ തനിക്കും കൂടണം. ഈ ഉപകാരം ഒരിക്കലും എങ്കിൽ താൻ നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ. കോട്ടും ഗൗണോടെ പോയി. 5 കഷ്ണം പുട്ട്, 2 കടല, 2 നേന്ത്രപ്പഴം, 2 മുട്ട പാർസൽ. താറാമുട്ട. അയ്യോ, എന്താണ്? പേടിച്ചു പോയല്ലോ. ഇതെന്താ ഈ വേഷത്തില്? എന്താ ഈ വേഷത്തിൽ വന്നാ പുട്ട് തരില്ലേ? നോക്കി നിൽക്കാതെ പാഴ്സൽ എടുക്കണോ? എന്റെ അനിയൻ കോടതി പോകാനുള്ളതാ. ഇന്ന് 2 കൊലക്കേസും 3 പിടിച്ചോറി കേസും ബാധിക്കാനുള്ളതാ. അവൻ ക്ഷീണിക്കരുത്. വക്കീൽ സാറേ, ഒന്ന് നിക്കണേ. ഉണ്ണേട്ടാ, ഞാൻ മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഉണ്ണേട്ടന് നല്ലത് വരുത്തണേന്ന്. ഈ വേഷമൊക്കെ ആയിട്ട് കണ്ടിട്ട് എന്തൊരു ഭംഗിയാ. കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുക. എന്താ ഒന്നും മിണ്ടാത്തെ? ദേ പെരുവഴിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. തരട്ടെ? അയ്യോ അതൊക്കെ ഉണ്ണിക്ക് കൊടുത്താ പോരെ. അതെ, ഒത്തിരി ചമ്മലി മുഖം താങ്ങൂല. എന്താ എന്താ പ്രശ്നം? ഇതിട്ടോണ്ട് ഇവിടെ വന്ന് നിൽക്കാണോ? ഞാനിത് നോക്കാത്ത സ്ഥലമില്ല. നീ ഒന്ന് ചുമ്മാ ഇരിടേ, ഞാൻ ഈ കേസം തീർക്കട്ടെ. അയ്യേ ലുങ്കി, ഇയാൾ വക്കീലല്ലേ? അല്ല, എന്താ വേണ്ടത്? ചേട്ടൻ വരുന്നുണ്ടോ? എടേ, ഞാനൊന്ന് തീർക്കട്ടെ. ഓഹോ, വക്കീലിന്റെ വേഷം ഇട്ട് വന്ന് ചീറ്റ് ചെയ്യായിരുന്നല്ലേ? ഞാനിത് കേസാക്കും, നിന്നെ ഞാൻ അകത്താക്കും. എന്താ പറഞ്ഞേ? ഇവനെ ഞാൻ അകത്താക്കുമെന്ന്. എടുത്തോണ്ട് പോടാ തേണ്ടി നിന്റെ പാട്ട്. ഈരാളി ബാലനോട് റെസ്പെക്ട് ഒക്കെ വേണ്ടേ മോനെ? ദാ, ഇനി ഈ പ്രദേശത്ത് കണ്ടു പോടാ. എന്താണ് എല്ലാരും നോക്കിക്കുന്നത്? എല്ലാരും പോടാ, പോയടാ. ഷർട്ടൊക്കെ ഉടഞ്ഞു. ഞാനൊരു ആഗ്രഹം കൊണ്ട് ഇട്ടുപോയതാ. ഏയ് അത് സാരില്ല. ഇത്രയൊക്കെ ഗ്ലാമർ മതി. അച്ഛൻ എന്നെ ഒരു വക്കീലാക്കാനായിരുന്നു മോഹം. എനിക്കും. ഇവനെന്ന് വണ്ടി ഓടിക്കാനായിരുന്നു ഇഷ്ടം. ഇപ്പൊ അവൻ വക്കീലുമായി, ഞാൻ വണ്ടിക്കാരനുമായി. നല്ല ഐശ്വര്യമായിട്ട് പോയിട്ട് വാ. ഇത് വെച്ചോ. ഇത്രയും കാശോ? ഉച്ചയ്ക്ക് വലിയ ഹോട്ടലിൽ നിന്ന് തന്നെ ഊണ് കഴിക്കണം. ഒരുത്തന്റെ മുമ്പിലും താഴണ്ട. അയ്യോ, പ്രസാദം തൊട്ടില്ല. ചെന്ന് തൊട്ട് കൊടുക്ക്. അല്ലെങ്കിൽ വേണ്ട, പുറകിന്ന് വിളിക്കണ്ട. ചേട്ടാ, ആ വക്കീല് ഈശ്വരൻ സാറിന്റെ ജൂനിയറാ, പേര് ശിവൻ മുല്ലശ്ശേരി. അയാൾ ഈശ്വരൻ സാറിന്റെ അനന്തരവും മാത്രമല്ല, മകളുടെ ഭാവി വരണം കൂടിയാ. നല്ല സ്വഭാവ. സ്വന്തം അമ്മാവനായിട്ട് പോലും സാറേന്ന് വിളിക്കൂ. എല്ലാം കൊണ്ട് ഈ തെണ്ടി ശത്രു തന്നെ. ഹലോ ഹലോ, അയാം ഉണ്ണികൃഷ്ണൻ. അയാം ശിവൻ മുല്ലശ്ശേരി. നിങ്ങൾ പരിചയക്കാരാണല്ലേ? ഞങ്ങൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടതാ. ഓ, അത് ശരി. ആള് ബഹുമിടുക്കനാ. എന്റെ ജീവൻ രക്ഷിച്ച ആളാ. എന്റെയും. ഉണ്ണികൃഷ്ണൻ കോടതി പോവാൻ തയ്യാറായിക്കോളൂ. സാർ വെറ്റിലേം പാക്കും. ഞാൻ വലിയ താ മുറുക്കുവോ? അല്ല, ദക്ഷിണ. ഓ, ഇന്ന് ത്രിപുരാഷ്ടമിയാ. ദക്ഷിണ വാങ്ങിക്കാൻ പറ്റിയ ദിവസമല്ല. എന്നാ വെറ്റടക്കും ചെലത്തിലിട്ടോളൂ. നാളെ ആവാ. ഇന്ന് എന്താന്നാ പറഞ്ഞ? ത്രിപുരാഷ്ടമി. അങ്ങനെ ഒരു അഷ്ടമിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുതായി റിലീസ് ചെയ്ത അഷ്ടമിയാണ്. ഇനി ഓരോ കഷ്ടമികൾ വന്നുകൊണ്ടിരിക്കും. ബി കെയർ. ആ മുഖം കണ്ടോ? ഒരു മന്ന ബുദ്ധിയുടെ ലുക്കില്ലേ? സാറിന്റെ അവന്റെ ഒരു ആക്ഷൻ ഹീറോന്റെ ലുക്കാണ്. എന്താ ഫൈറ്റ്? ഒരു ഇടിക്ക് 15 അടി ദൂരത്തേക്ക്. അപ്പൊ തെരുവുണ്ട തന്നെ. ഇവനെ കൊണ്ടൊരു കേസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കേസ് വാദിച്ചു ജയിക്കാനുള്ള കഴിവൊന്നും തോന്നുന്നില്ല. ശക്തിയുള്ളവന് ബുദ്ധി കുറവാ. അത് ശരിയാ. ഇവൻ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. ഒഴിവാക്കാൻ പറ്റാത്തോണ്ടെടുത്ത. അവന്റെ ബുദ്ധി അളക്കാനുള്ള ബുദ്ധി ഞാൻ പറയട്ടെ. ആ, പറ. നാളെ ഫൈനൽ ഹിയറിംഗ് വെച്ചിരിക്കുന്ന ആ കേസില്ലേ, ആ സ്വത്ത് വർക്കുമായി വന്ന ആ പെണ്ണിന്റെ, ആ പെണ്ണ് അപ്പുറത്തിരിപ്പുണ്ട്. അവളെ ഇവനങ്ങ് തേപ്പിക്ക. നിനക്ക് ഈ പണി എന്ന് തുടങ്ങി? അയ്യ, അതല്ല. ഒരിക്കലും വിജയസാധ്യമില്ലാത്ത ആ കേസിൽ എന്തെങ്കിലും ഉപായം അവൻ കണ്ടുപിടിച്ചാൽ സാറിനൊരു കേസ് ചുളുവിൽ ജയിക്കാം. ഇല്ലെങ്കിൽ ആ പേരിൽ അവനെ പറഞ്ഞു വിടാം. എങ്ങനെ? ഇത്രയും ബുദ്ധിയുള്ള നീ എങ്ങനെ വക്കീലായി? ആ പെണ്ണെ വിളിക്ക്. എന്റെ പേര് പാർവതി. ഞാൻ 18 വയസ്സുള്ള അവിവാഹിതയാണ്. ഞാനൊരു മനഃശാസ്ത്രജ്ഞനല്ല, വക്കീലാണ്. 10-18 പ്രാവശ്യം ഈ കേസ് പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. സാറുകൂടി ഇത് കേൾക്കണം. പറയൂ. എന്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു. എല്ലാ സ്വത്തുക്കളും അമ്മാവിന്റെ പേർക്കായിരുന്നു എഴുതി വെച്ചിരുന്നതെന്ന് അയാൾ അവകാശപ്പെടുന്നു. അത് കള്ളപ്രമാണമാണ്. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അതിലെ വാക്കുകൾ വിചിത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതെന്റെ മകൾക്ക് കൊടുക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 30 ഏക്കർ സ്ഥലവും വീടും ഞങ്ങൾക്കുണ്ട്. അയാൾക്ക് തരാൻ ഇഷ്ടമുള്ളത് 10 സെന്റാണെന്ന് പറഞ്ഞ് അതെനിക്ക് എഴുതി തന്നിരിക്കുക. ഇതെല്ലാം എന്റെ അച്ഛന്റെ സ്വത്താ. എനിക്കത് കിട്ടണം. എനിക്കൊരു ജീവിതം തരണം സർ. അത് കറക്റ്റ്. ഈ കുട്ടിക്ക് ഒരു ജീവിതം തനിക്ക് കൊടുത്തൂടെ? തരായിരുന്നു, പക്ഷെ ഞാൻ എൻഗേജറ കുട്ടി. തനിക്കൊരു ജീവിതം കൊടുത്തൂടെ? ഞാനോ? കേസ് ഈ സാറിനെങ്കിലും ജയിപ്പിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നാളെ ഫൈനൽ ഹിയറിംഗ് ആണ്. ജയസാധ്യത ഉണ്ടോടോ? ഈ കേസ് ഒരു കാലത്തും ജയിക്കില്ല. ഉറപ്പാണ്. ഉറപ്പാണ്. ഇവിടത്തെ നിയമം നടപ്പാക്കൂ സാർ. ഈ ഓഫീസിലെത്തുന്ന എല്ലാ പുതിയ ജൂനിയേഴ്സും അന്നത്തെ കേസ് ജയിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. അല്ലാത്തവരെ ഇവിടെ നിർത്താറില്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ,
സാറിന് ഒരിക്കൽ രക്ഷിച്ചു വന്ന പേരിൽ ഇനി ഇവിടെ നിന്ന് ശിക്ഷിക്കരുത് പ്ലീസ്. എന്നെ പുറത്ത് ചാടിക്കാൻ ഈശ്വരന്റെ അനന്തരവന്റെ ചെയ്ത കമ്പിപ്പാരത്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്, ഈ കേസ് ജയിക്കാൻ എന്തെങ്കിലും ബുദ്ധി ഉണ്ടോന്ന്. ഇതേ സോപ്പ് അകത്തി എന്നാലേ എല്ലാ ബുദ്ധിയും താനേ വരും. ഇത് എവിടെ നൊപ്പിച്ച്? നമ്മുടെ പഴം ബഷീർ ഗൾഫിൽ നിന്ന് വന്നു, അവൻ കൊണ്ടുവന്ന. അതിനകത്തെന്താ? ഇത് ജോണി വാക്കർ. ഇതാർക്ക് വേണം? കണ്ട കാട്ടറബികൾ കുതിരയ്ക്ക് കൊടുക്കുന്നതാ. ആ ജോണി വാക്കറിഞ്ഞ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇതെന്നൊരു തുള്ളിയാൻ തരില്ല. സത്യം പറ, ബഷീർ എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ച കുപ്പിയതാ. എനിക്ക് ഇഷ്ടമുള്ള ആരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കറല്ലേ? അതെ. അപ്പൊ അതല്ലേ കൊടുക്കണ്ടേ? നീ എന്താ പറഞ്ഞത്? അല്ലെ വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കറല്ലേ? അപ്പൊ അതല്ലേ തരണ്ടേ? ഉണ്ണി കിട്ടിയടാ. കിട്ടിയോ? ഞാൻ തന്നാലല്ലേ കിട്ടൂ. അതല്ല, കേസിനൊരു ഒറ്റമൂലി കിട്ടിയെന്ന്. നീ കേസ് ജയിക്കൂടാ. വാസുവേട്ടൻ ഇഷ്ടമില്ലാത്ത റം എനിക്ക് തന്നിട്ട് ഇഷ്ടമുള്ള ജോണി വാക്കർ കൈവച്ചിരിക്കുന്ന കണ്ടില്ലേ? കേസും ജോണി വാക്കറും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ആ പെണ്ണിന്റെ അമ്മാവന് ഇഷ്ടമുള്ള സ്വത്ത് അവൾക്ക് കൊടുക്കാനല്ലേ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? അയാൾക്ക് ഇഷ്ടമുള്ളത് ആ 30 ഏക്കറും വീടും അല്ലേ? അപ്പോൾ അയാൾ അതല്ലേ കൊടുക്കേണ്ടത് ആ പെണ്ണിന്? ഉഗ്രം ബുദ്ധി. ഇതൊരു പോയിന്റ് ആണ്. ഇത് വെച്ച് നാളെ ഞാനൊരു കലക്ക് കലക്കും. ഇയാള് ഈശ്വരനല്ല, കാലനാ. തലയിൽ കൊമ്പ് വെച്ച കാലൻ. ഇത് കണ്ട ഈശ്വരൻ വക്കീലിന്റെ പത്രം ഫോട്ടോയിൽ. അല്ല, ഫോട്ടോ പത്രത്തിൽ. അഡ്വക്കേറ്റ് ഈശ്വരപിള്ള ചത്തൂന്ന്. ഓ, ചത്തൂന്നല്ല, പിന്നെ അഡ്വക്കേറ്റ് ഈശ്വരപ്പിള്ളയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. നിക്ക് എടാ, നമ്മള് കാണുമ്പോ അയാളുടെ തലയിൽ കിരീടമൊന്നും ഇല്ലായിരുന്നല്ലോ. അയ്യോ, ഈ കിരീടം ഉദ്ദേശിച്ച് അതല്ല എന്റെ പൊന്നു മണ്ട മാസുണ്ണ. പിന്നെ ഹെൽമെറ്റ്. ഓ, നീ വായിച്ചേ. വിവാദം സൃഷ്ടിച്ച വലിയ മനക്കിൽ സ്വത്ത് തർക്കത്തിന് വിധിയായി. പ്രതി അന്യായമായി കൈവശം വെച്ചിരുന്ന അരമന വീട് 30 ഏക്കറും വാദി വലിയ മനക്കിൽ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി വധിച്ചു. വാദിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഈശ്വരപിള്ളയുടെ ബുദ്ധിപരവും തന്ത്രപരവുമായ വാദത്തിലൂടെയാണ് ഈ സ്വത്തുവകകൾ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതിക്ക് ബോധ്യമായത്. ഈ കേസിനല്ലേ നീ ഉണ്ണിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത്? ഉണ്ണിയുടെ പേരുണ്ടോ പത്രത്തില്? പുഷ്കര, വാറ്റി റെഡിയാക്കിക്കോ. ഇന്ന് ആ വക്കീലിന്റെ പൊൻതൂവൽ പറിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. കെട്ടാനുള്ള വ്യാമോഹം. ഇത്തരം കേസുകൾ ഏറ്റെടുക്കുമ്പോ തയ്യാറെടുപ്പുകൾ വല്ലതും? ആദ്യം കേസ് വിശദമായി കേൾക്കും. അപ്പൊ പൊട്ടുന്നു തോന്നും. പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കാത്തിരിക്കും. കേസ് ജയിക്കാനുള്ള തന്ത്രങ്ങൾ തക്ക സമയത്തിന് ദൈവം കൊണ്ടുതരും, അല്ലേ സാറേ? അതെ അതെ. ഈ വക്കീൽ പണിക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബുദ്ധിയാണ്. എഴുതിക്കോളൂ. മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ട് കേസ് ജയിക്കാനുള്ള കുബുദ്ധി. എന്തോ നീ? അല്ല, ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ജയിക്കാനുള്ള ബുദ്ധി എന്ന് പറയായിരുന്നു. കുബുദ്ധി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, അപ്പൊ ശരി. ഇനി അടുത്ത തൂവലിന് കാണാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ഈ സാറിന്റെ ജൂനിയർ ആകാൻ കഴിഞ്ഞത്. എല്ലാം കണ്ടും കേട്ടൊക്കെ പഠിച്ചു. വക്കീലേ, നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? തന്നെ 2 പുളിച്ച് തെറി പറയാൻ വേണ്ടി വന്ന. അതിന് ഞാൻ തെരുവിലോട്ട് വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. പാസോട്ടെ ഇരുന്നാട്ടെ. ഈശ്വരമുള്ള സാർ ഇരുന്നാട്ടെ. സ്വന്തം വീട് പോലെ കരുതി ഇരിക്കേ. എന്താണാവോ വിശേഷിച്ച്? തന്റെ കിരീടത്തിൽ ഒരു പുതിയ തൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് പത്രത്തിൽ നിന്ന് അറിഞ്ഞു. അതൊന്ന് കാണാൻ വന്ന. എവിടെ തൂവൽ? അത് പത്രക്കാര് നിന്നെക്കാരുടെ കരക്കാരുടെ ബുദ്ധി കൊണ്ട് കേസ് ജയിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളൊക്കെ എന്ത് വിവരക്കേടായി പറയണത്? വിവരമില്ലാത്ത ഞങ്ങളുടെ തലയിലെ വിവരം കൊണ്ടാ തന്റെ തലയിൽ പപ്പും പൂടയൊക്കെ ആളുകൾ കയറ്റി വെക്കുന്നത്. ഈടോ, ഈ കേസ് ജയിക്കാനുള്ള സൂത്രം ഞാൻ ഉണ്ടാക്കിയതാ. ആ സൂത്രവാക്യത്തിൽ എനിക്കൊരു പങ്കുണ്ട്. എന്നിട്ട് എന്റെ പേര് പേപ്പറിലുണ്ടോ? എന്റെ പേരുണ്ടോ? പോട്ടെ, ഞങ്ങളുടെ ഉണ്ണിയുടെ പേരുണ്ടോ? ഉണ്ടോ? സമാധാനം പറയണോ? ഇവിടെ വന്നതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നീ ഇവിടെ വായി നോക്കി. ഇവന്മാരാ ഉണ്ണിയുടെ ആൾക്കാരാ സാറേ. ഓ, ഞാനത് മറന്നുപോയി. വിളിക്കണോ ഉണ്ണിയെ? ഉണ്ണിയെ വിളിക്കണോ? ഉണ്ണി 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 ഉണ്ണി. ഒരേ ഉണ്ണി, ഈ പെരട്ട തണ്ടികളെ ഇവിടെ അടിച്ചോടിക്കടാ. ഇവനാരും തന്റെ ഗുണ്ടയോ? അതെടാ, ഒരിക്കൽ നിന്നൊക്കെ അടിച്ചോടിച്ച ഗുണ്ട. വെറും തെരുവ് ഗുണ്ട. തെരുവ് ഗുണ്ട നിന്റെ അമ്മയുടെ നായരും. ഈശ്വരനെ ഓർത്ത് നിങ്ങളൊന്ന് ഇവിടുന്ന് പോണം. ഈശ്വരനെ ഓർത്താ എനിക്ക് കലി കൂടും. ഈശ്വരനല്ല, ആ ഈശ്വരൻ. ദൈവം പ്ലീസ്. നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ഈരാളി ബാലിന്റെ അനിയനാന്നുള്ള പവർ ഒന്ന് കാണിച്ചു കൊടുക്കണ. നീയും ഈരാളി വർഗത്തിൽപ്പെട്ടവൻ തന്നെയാണല്ലേ? ഇറങ്ങി പോടാ ചെറ്റകളെ ഇവിടെ നിന്ന്. നീ എന്താ വിളിച്ച്? ചെറ്റനാ? അല്ലടാ, ഇതെന്റെ ചേട്ടൻ തന്നെ, എന്റെ സ്വന്തം ചേട്ടൻ. വലിയ കളി കളിച്ചാണല്ലോ, സാറിനിപ്പോ മനസ്സിലായില്ലേ എല്ലാം? അന്ന് എന്റെ മുമ്പിൽ ചേട്ടനും അനിയനും കൂടി നാടകം കളിക്കായിരുന്നല്ലേ? ഇനി എന്റെ കൂടെ നിൽക്കാൻ പറ്റും. അല്ലേലും തന്റെ കൂടി അവൻ നിൽക്കില്ല. ചെയ്ത ജോലിക്ക് മറ്റുള്ളവർ പേരെടുക്കുന്ന പരിപാടിക്ക് ഇനി അവനെ കിട്ടില്ല. ഇതിലും ഭേദം ഞങ്ങളുടെ പണിയാടാ. ആണുങ്ങളെ പോലെ നട്ടല് നിവർത്തി നടക്കാം. നീ വാ. അച്ഛനും അതെ, ബാലേട്ടനും അതെ. കള്ളു വയറ്റി ചെന്ന പിന്നെ എന്താ പറയാ, എന്താ ചെയ്യാന്ന് യാതൊരു നിശ്ചയമില്ല. ഉണ്ണിയേട്ടന്റെ പണി പോയപ്പോ തൃപ്തിയായല്ലോ.
എനിക്കും കൂടി ലോറിയിൽ ഒരു പണി കിട്ടുമോ? അത് എനിക്ക് കിട്ടുന്ന താങ്ങിയാന്നറിയാം. വണ്ടിപ്പണിക്കാണോടാ നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്? അതൊക്കെ പോട്ടെ, ഉണ്ണിക്ക് സ്വന്തമായിട്ട് ഒരു വക്കീൽ കട തുടങ്ങിക്കൂടെ? നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര നിസ്സാര കാര്യമാണോ വക്കീൽ ഓഫീസ്? ഈ തെരുവിലൊരു മുറി വാടകയ്ക്ക് ഇടണമെങ്കിൽ പകുതി എത്ര കൊടുക്കണം? പിന്നെ ബുക്സ്, ഫർണിച്ചർ, ആരുടെ കയ്യിൽ ഇത്രയും കാശിരിക്കണേ? വാസുട്ടാ, നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ? ആരെന്നെയോ? നിന്നെ അല്ലടാ, ഈ ഈരാളി ലോറി അങ്ങ് വിറ്റാ. തൽക്കാലം ഹീരാളിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു വഴിയുണ്ട്. അയ്യോ, എന്താ കാരണം ഫിറ്റ് ആണോ? വിവരക്കേട് പറയാടാ. എടാ, നിനക്ക് റോഡിലിരുന്നാലും പഞ്ചറൊട്ടിക്കാം. ഉണ്ണിക്ക് റോഡിലിരുന്ന് വക്കീൽ പണിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ പഴയ ടയറും ട്യൂബും ഒക്കെ ശേഖരിച്ചു വെക്കാൻ ഈ മുറി എന്തിനാ? അതുകൊണ്ട് ഈ മുറി ഞാൻ ഉണ്ണിക്ക് കൊടുക്കാൻ പോണു. വാസുട്ടാ, അത് വേണോ? ചത്താലും ഈ കട ഒഴിയില്ലെന്ന് പറയാറില്ലേ? ചത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോ ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് പാല. അതെ, നിങ്ങോട്ട് പറയല്ലേ. എന്തായാലും എന്റെ ജീവിതം ഒരു വക്കീല് നക്കിന്ന് വിചാരിച്ചോളാം. ഇതൊന്ന് പിടിച്ചേൻ. എന്തായാലും ഇതൊക്കെ അവനുള്ളതല്ലേ. അവനും ലക്ഷ്മി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ. പിന്നെ വേശയും കസേരയും പുസ്തകവും ഒക്കെ, അത് അവൾക്ക് പൊന്നു മേടിക്കാൻ കുറച്ച് പണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം അതെടുക്കാം. നീ ഒന്നും പറയണ്ട. ഈ തെരുവിലെ ആദ്യത്തെ വക്കീൽ ആഫീസ് ഉണ്ണിയുടേതായിക്കോട്ടെ. അതിന്റെ മുമ്പിൽ നിൽക്കണത് നമുക്കൊരു ഗമയല്ലേടാ. എന്തായാലും കരയല്ലേ. എന്തി കാണിക്കണേ? അല്ല, ഈ ബോർഡ് മുഴുവൻ കറുപ്പയാ, ഒന്ന് വൈറ്റാക്കാൻ വിചാരിച്ചിട്ടാ. ആദ്യം നിന്നെ മോന്തക്കടിക്കടാ. ഒരു തൊട്ടിയിൽ കലക്കി അവനെ സമൂല മുക്കിയെടുക്കണം. തൊട്ടി എന്താ സുഷ്കാന്തി ഓസണ്ണന്റെ? എന്താടി എന്റെ മൂത്തൊരു ചമ്മല്? ഒന്നുമില്ല. എന്താ എന്റെ കയ്യില്? മറ്റേ കൈ കാണിച്ച. അവള് പഴയ നമ്പർ കട്ട് ഇറങ്ങിയിരിക്കുക. പ്രണയം പെരുവഴിയിൽ വരെ ആയി. എന്തെങ്ങനെ വെള്ളപൂശിയ കുഴിമാടം കുന്തം വിഴിക പോലെ നിൽക്കണേ? ഒരു കുന്തം വേങ്ങി. ആ വിഴിഞ്ഞ കുന്തം നമുക്ക് പുറത്തെടുക്കാം. അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ പഞ്ചർ ഒട്ടിച്ച് എന്റെ ജീവിതം പഞ്ചറായി. നീ 24 മണിക്കൂറും പഞ്ചർ ഒട്ടിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്ക്. കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും തീരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഗുസ്തമനാക്കി കൂടെ? ഗുസ്തമനാ? ഈ വക്കീൽമാരെ കൂടെ പോണേ. അതുപോലും പഠിക്കാണ്ട് വന്നിരിക്കണേ. എടാ ഗുമസ്തൻ, അതിന് നിനക്ക് ഗുമസ്തപ്പണി അറിയാം? അതന്നെ, ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ പഞ്ചർ ഒട്ടിക്കുന്ന പണി പഠിച്ചത്. ഇതൊക്കെ പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ. ഏതുവരെ പഠിച്ചു? ഫ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയാലേ കോളേജിൽ ചേർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓരോ വൃത്തിയായിട്ട നിയമങ്ങളെ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ അറിയാം. ഞാൻ ഇന്ന് പോലെ ജോയിൻ ചെയ്യണ്ട. ഒട്ടിപ്പ് പണിയല്ല, തട്ടിപ്പണിയാന്ന് എനിക്കറിയാം. നിനക്ക് ലോവല്ലോ അറിയോ? ഞാൻ വളരെ ലോന്ന് വന്നേ. അപ്പൊ അതിനെ പറ്റിയൊരു പണി പറഞ്ഞുതരാം. നീ എനിക്കൊരു കേസ് ഉണ്ടാക്കിയതാ, ഞാൻ നിനക്ക് കമ്മീഷൻ തരടാ. മൂക്കറ്റം കയറ്റിട്ട് വന്നേക്കണേ. നീ പറഞ്ഞ ഞാൻ കേട്ടു. എടാ, ചാക്കോ മോലാളിയുടെ ലോറിയുടെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ തന്നിട്ട് 2 ദിവസമായി. വൈകുന്നേരം എന്റെ മുമ്പിൽ വന്ന് കുഴി നല്ലറിയാ മതിയോ? പോയി പഞ്ചർ ഒട്ടിക്കടാ. കാല് മടക്കി വന്ന് തരാന്ന് വെച്ച് ഒരു കാലിന് നീളൂല്ല. അവരെന്താ കമ്മീഷൻ കാര്യം പറഞ്ഞത്? അല്ല, എനിക്ക് കേസില്ലാത്ത കാര്യം പറയായിരുന്നു. കേസില്ലാത്ത പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്തുദ്ദേശം? ദേശം പലതും ഉണ്ട്. വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. നീ മിണ്ടരുത്. കേറിപ്പോ. എന്താ മിസ്റ്റർ? സാറിന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? തല്ലിയാൽ എന്ത് ചെയ്യും? തിരിച്ചു ചെല്ലും. കേസ് കൊടുക്കൂലേ? വേണ്ടി ഒന്നാ കൊടുക്കും. എന്നാ കേസ് കൊടുക്കണേ. അയ്യോ സാറേ, അയാളൊന്നും ചെയ്യരുത്. അയാൾ പ്രാന്തനാ, കത്തിയെടുത്ത് കുത്തും. ചങ്ങല പൊട്ടിച്ചിറങ്ങിയിരിക്കുക. ഇയാളുടെ പേരെ ലൂസ് വാസു. പിടിച്ച് പൂട്ടിയിട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രാന്താണ്. ചങ്ങല കിട്ടണമെന്ന് പറഞ്ഞിട്ടാ കേസ് കൊടുക്ക. എന്റെ ഉണ്ണി വാദിക്കും. കേസ് മണ്ണാക്കട്ട. കേസ് കൊടുക്ക. പോയല്ലേ, കേസ് കൊടുക്ക. എന്റെ ഉണ്ണി വാദിക്കും. ഇവൻ ആരടാ? ലൂസ് വാസു. ഞാനത് അങ്ങനെ പറഞ്ഞില്ല. ചേട്ടൻ അയാൾ എടുത്തിട്ട് ശരിക്കും പെരുമാറും. അങ്ങനെയാണ്. നിനക്ക് നല്ല കിട്ടിയല്ലോ. നീ കേസ് കൊടുക്ക്. എന്റെ ഉണ്ണി വാദിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാറില്ല. തല കറങ്ങരുത്. ഒരു കേസിന്റെ വിധി ഇവിടെ പൂർണ്ണമാകുന്നു. തലയ്ക്കടിയേറ്റ് യുവതി ആശുപത്രിയിൽ. ഇത് കൊലപാതക കേസാ. ഇന്ന് വെളുപ്പിന് നടന്ന സംഭവമായതുകൊണ്ടാ സായന പത്രത്തിൽ വന്നത്. വീട് സ്ഥലമൊക്കെ ഇതിലുണ്ട്. വേറെ വക്കീലന്മാര് കൈവെക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു KKPP. KKPP യോ? കിട്ടിയാ കിട്ടി, പോയാ പോയി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു HAPP ഒരു ഹെൽപ്പർ. ഇവിടെ ആളനക്കുള്ള ലക്ഷണമൊന്നുമില്ലല്ലോ. ഇതുപോലെ ബെല്ലടിച്ചിട്ട് കാണാതായപ്പോ ദേഷ്യം കൊണ്ട് ആരെങ്കിലും അകത്ത് കയറി തലയ്ക്ക് ഒരെണ്ണം കൊടുത്തുണ്ടാവും. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടിക്കല്ലേ തലക്കടിയേറ്റേ? അല്ല.
ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ഈ അല്ല ഇല്ലാന്നുള്ളങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാ. അല്ല, ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആന്റി ആശുപത്രിയിലാ. ആരുടെ തലയ്ക്ക് അടിയേറ്റത്? മീനാക്ഷിയുടെ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖം ഉണ്ടാവും, തലക്കടി കൊണ്ടല്ലേ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്? എനിക്കൊന്നും അറിയില്ല. അയ്യോ പാവം കുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത. നിങ്ങൾ പോലീസുകാരാ? കണ്ട അങ്ങനെ തോന്നല്ലേ, ഇത് ജന്മനുള്ളതാ. പോലീസുകാരെ അകത്തേക്ക് കയറ്റണമെന്നാ അപ്പൊ പറഞ്ഞിരിക്കുന്നത്. പോലീസിന് വിവരം അറിയിച്ചിട്ടില്ലേ? ഇല്ല. പുഷ്കര മാറിയ വനിതാ പോലീസാന്ന് തോന്നുന്നു. ലേഡി കോൺസ്റ്റബിളാ? അല്ല, പിന്നെ ആരാ? തമ്പിയുടെ സിസ്റ്ററാ. ആ തമ്പിച്ചേട്ടന്റെ സിസ്റ്റർ. എന്താ ആന്റി ഇത്? ഒരു പെൺകുട്ടിക്ക് തലക്കടിയേറ്റിട്ട് നിങ്ങൾ ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്ക് പരാതിയില്ല. എന്ന് ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങളത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അത് നിങ്ങളാരാ? മേഡം ചൂടായല്ലേ, ഞാനൊരു അഡ്വക്കേറ്റാ. ഞാൻ ഗുസ്തമൻ അല്ല ഗുമസ്തൻ. ഈ കേസ് അങ്ങനെ വെറുതെ വിടരുത് ആന്റി, ഇത് എന്നെ ഏൽപ്പിക്കും. ഞാനിതൊരു ലോ കോസ്റ്റിൽ തീർത്തു തരാം. ഞങ്ങൾക്ക് കേസില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കും കേസില്ല അഞ്ഞിട്ടാ. ആരുടെ തലക്കാണ് അടി കൊണ്ടത്? വേഗം പറ, വേഗം പറ. എന്റെ ചേട്ടന്റെ കുട്ടിക്ക്. എന്താ പേര്? മീനാക്ഷി. നല്ല പേര്. ആ കുട്ടി പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നോ? മീനാക്ഷിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ബോധം പണ്ടേ ഇല്ലായിരുന്നു സാർ. ആരാ ഇവര്? ഇത് വക്കീല്, ഞാൻ ഗുമസ്തൻ. താനാണോ എനിക്ക് ഫോൺ ചെയ്തത്? അതെ. എങ്ങനെ മനസ്സിലായി? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. കമാൺ. സംഭവം നടന്നത് എവിടെ വെച്ചാണ്? ഇത് കേസാക്കരുത്. അത് പറയാൻ നിങ്ങൾ ആരാ? DOSPയോ? വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയാ മീനാക്ഷി. ഈ സംഭവം അവളുടെ വിവാഹത്തെ ബാധിക്കരുത്. അപ്പോ പത്രത്തിൽ വാർത്ത വന്നതോ? എന്താ പേര്? കൗസല്യ. കൗസല്യ ഈ സംഭവം കണ്ടായിരുന്നു? ഇല്ല. ഈ ചാക്കോയോട് കളവ് പറയരുത്. തെറ്റിയാ ഞാൻ പുലിയാ, പുലി. പറയൂ. രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ആരാണിത് ചെയ്തതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പെൺകുട്ടി വിവസ്ത്രീയായിരുന്നു. പെൺകുട്ടി വിവാദ സ്ത്രീ ആയിരുന്നോന്ന്? അതല്ലടോ, വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടായിരുന്നോന്ന്. ശ്രദ്ധിച്ചില്ല. എങ്കിൽ പീഡനത്തിന് കേസ് ചാർജ് സാർ. അതൊക്കെ ഞാൻ പറയാം. 10-40 പേരില്ലാണ്ട് എന്ത് പീഡനം സാർ? താൻ എന്റെ മോളിൽ കയറി താഴോട്ടൊന്ന് ചാടിക്കേ. ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. ഞാനൊരു ഡെമ്മി അല്ല സാർ. വായടച്ചില്ലെങ്കിൽ നിന്നെ ഡെമ്മിയാക്കും ഞാൻ. എനിക്ക് ആ കുട്ടിയുടെ ബെഡ്റൂം ഒന്ന് കാണണം. വാ. അലമാറി തുറന്നു കിടക്കുന്നു. അത് അടയ്ക്കാൻ മറന്നതാ. കള്ളനെ തുറക്കാനേ അറിയോ, അടയ്ക്കാൻ അറിയില്ല. നീ ഏതാ? ഇവിടുത്തെ ജോലിക്കാരിയാ. ലൈനടിക്കാൻ തോന്നാഞ്ഞ് നന്നായി. കോൺസ്റ്റബിൾ എഴുതിക്കോ. ഭവനഭേദനം, മോഷണം, ബലാത്സംഗം. മുങ്ങാം. ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? വാദിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. നിനക്ക് പ്രതിക്ക് വേണ്ടി വാദിച്ചൂടെ? അതിന് പ്രതിയെ കിട്ടണ്ടേ? പ്രതിയെ കൈ കിട്ടിയെന്നിരിക്കട്ടെ. എങ്ങനെയായിരിക്കും നിന്റെ വാദം? തലക്കടിച്ച സംഭവം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് വാദിക്കും. എങ്കിലൊരു വഴിയുണ്ട്. എന്ത് വഴി? പ്രതിയെ കണ്ടുപിടിക്കണം. അത് വക്കീലിന്റെ പണിയല്ല, പോലീസിന്റെ. ബാല നീങ്ങി വാ. എന്തിനാ? നിനക്ക് നിന്റെ അനിയനെ വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവനെ പഠിപ്പിച്ച് വക്കീലാക്കിയത്. ആ എങ്കിൽ പ്രതി നീ. ഞാനോ? അവനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയിട്ട് ഇങ്ങനെ ചൊറിയും കുത്തി ഇരുത്തിയാ മതിയോ? അവനൊരു ഉഗ്രം വക്കീലാക്കി രംഗത്തിറക്കണം. ആ ഈച്ചര പിള്ളയെ വീട്ടിലിരുത്തണം. ആദ്യത്തെ കേസ് തന്നെ അവൻ വാദിച്ച് ജയിക്കണം. എങ്ങനെ? അതിനുള്ള മാർഗമാണ് ഇത്. നീ പ്രതിയാകണം. വാസുടൻ എന്തൊക്കെയായി പറയുന്നത്? നീ ആ പെണ്ണിന്റെ തലക്കടിച്ചു. എപ്പോ? നീ ഉടൻ പോലീസിന് കീഴടങ്ങണം. എന്തിന്? എടാ നീ നിരപരാധിയാണെന്ന് നിനക്കും ആ പെണ്ണിനും എനിക്കും നന്നായിട്ടറിയാം. പിന്നെ നീ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ നമ്മുടെ ഉണ്ണിക്ക് എളുപ്പം. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഉണ്ണി ജാമ്യത്തിൽ ഇറക്കുന്നു, കേസ് തുടരുന്നു. കോടതി നിന്നെ വെറുതെ വിടുന്നു. അതോടെ ഉണ്ണിക്ക് പേരായി, ഇഷ്ടംപോലെ കേസായി, കാശായി. ബാല, ബാല. കള്ളടിച്ച് ഈ തല മുഴുവൻ കള്ള ബുദ്ധിയാണല്ലേ. പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിലും കയറി നിരങ്ങുന്ന നമുക്ക് എന്ത് നഷ്ടപ്പെടാനല്ലേ? കിട്ടാനുള്ളത് നമ്മുടെ ഉണ്ണിക്ക, പേരും പെരുമയും. അത് തന്നെ. പക്ഷെ വാസോട്ടാ, സ്റ്റേഷനിൽ ചെന്ന് പ്രതി ഞാനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അതിനും മാർഗമുണ്ട്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, നിന്റെ അളിയന്റെ വീടാ. അവിടെ ഇത്ര പെട്ടെന്ന് ഫോൺ കിട്ടിയോ? നമ്പർ മാറി. അളിയന്റെ വീടാ കിട്ടിയത്. അളിയ ഹെർണിയ ഓപ്പറേഷൻ അളിയനല്ല, നിന്റെ തന്തയാ. കാര്യം പറയടാ. അയ്യോ, തന്തയ്ക്ക് വിളി കേട്ടു. പോലീസ് സ്റ്റേഷനാ. കാര്യം പറ. തലക്കടിച്ച പ്രതിയെ കിട്ടിയോ സാർ? എന്താ നിന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല. സാറിന്റെ അതിർത്തിയിൽപ്പെട്ട ലോറി തെരുവിലൂടെ ഒരു റിപ്പർ കയ്യിലൊരു ചുറ്റികയുമായിട്ട് 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടു. അവൻ തന്നെയാണ് പ്രതി. ഇപ്പൊ വന്നാ കയ്യോടെ പിടികൂടാം. ശരിയല്ലേ? വെല്ലം കൊണ്ടുവരാൻ മറക്കല്ലേ. നീ ആരാ? ഞാൻ ആത്മാവാണ്. പരേതാത്മാവ്.
ആന ചവിട്ടി പാപ്പാൻ പിളിങ്ങി. നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ആ ചുറ്റിക എവിടെ? പണയം വെച്ചു. പണയം വെച്ചോ? ആ പെട്ടിയുടെ ഇരിപ്പുണ്ട്. പോയി എടുത്തോണ്ടോടാ. എന്തിനാ? നിന്റെ അമ്മയമ്മേരെ തലയിൽ ആണി അടിക്കാൻ. അത് പണ്ടേ മരിച്ചില്ല. അയ്യാ. എന്നാ? ആ, ആ. ഇങ്ങനെ എടുത്ത പിന്നെ നീ ആയിട്ട് പോലീസിന് പിടികൊടുക്കരുത്. അവര് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളും. എങ്കിലേ കേസ് ബലപ്പെടുന്നേ. ബാബാ. നടക്കുന്ന കള്ളിപ്പെണ്ണേ. ഹായ് ചേച്ചി. എന്നെ പോലീസ് എന്നെ അമ്മ പിടിക്കുന്നില്ല. എന്നാൽ ഇനി പിടികൊടുത്തോ, അല്ലെങ്കിൽ നിന്നെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവര് പൊയ്ക്കളയും. വേഗം പൊയ്ക്കോ. എന്തത്? നേന്ത്രക്കൊല. പേടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് എന്നോടൊപ്പം വരൂ. മൂവ്. റിപ്പർ കീഴടങ്ങണം. ആക്രമിക്കാൻ വരരുത്. ഓ, ഞാനത് മറന്നുപോയി. താങ്ക് യു. കഴുതകളെ നിങ്ങളോടല്ല പറഞ്ഞു. വെടിവെക്കരുത്. കീഴടങ്ങാൻ വേണ്ടി വന്നതാണ്. കീഴടങ്ങാൻ വേണ്ടി വന്നതാണ്. ആയുധം താഴെയുള്ളോ? ആയുധം താഴെ. മുന്നോട്ട് വരൂ. എന്താ വസന്നത്? മീനാക്ഷിയെ തലക്കടിച്ച കേസാ. തലക്കടിച്ച കേസാണോ? ഉണ്ണി, എന്താ വാസുട്ടാ? ബാലനെ ബാലേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. നിങ്ങൾക്ക് ഈ തല്ലു മക്കളും നിർത്തിക്കൂടെ? ഇത് തല്ലു കേസൊന്നല്ല. ഇതാ മീനാക്ഷിയുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസാ. നിങ്ങൾ എന്തീ പറയണേ? അതേടാ, പ്രതിയായിട്ടാ കൊണ്ടുപോയിരിക്കണേ. വാസുട്ടാ, ബാലേട്ടൻ എങ്ങനെ പ്രതിയായി? ഓ, വക്കീൽ ഓഫീസ് തുടങ്ങാൻ കാശുണ്ടാക്കിയത് ഇങ്ങനെയാണല്ലേ? നീ അങ്ങനെ പറയരുത്. അവൻ നിരപരാധിയാ, എനിക്ക് ഉറപ്പാ. നീ അവനെ ജാമ്യത്തിൽ ഇറക്കി കേസ് വാദിച്ച് ജയിക്കാൻ നോക്ക്. ഇത് നിന്റെ ആദ്യത്തെ കേസാ. ഭഗവതിയെ ധ്യാനിച്ച് എന്റെ കൂടെ വാ. വാ, അല്ലെങ്കിൽ അവരവനെ ജീവിക്കാൻ കൊള്ളാത്ത പരുവത്തിലാക്കും. പോലീസ് ആയാലും നീ എന്റെ കൂടെ വാ. വാ. വാടാ. വസന്ന, അവരിപ്പൊ എന്നെ തിരക്കണ സമയ. ആ പുലിയുടെ അണ്ണാക്കിൽ തലവെക്കാൻ ഞാനില്ല. നിങ്ങൾ പോയി ജീവനോടെ തിരിച്ച്. ഒരു കറുത്ത എംബോക്ക് ചുറ്റികയുമായി എന്റെ മുമ്പിലൂടെ ഓടിയല്ലോ. അവനാരാ? അവനാരാ? നിനക്കറിയില്ല? എനിക്കറിയില്ല. കുട്ടാ, ഇവൻ അറിയില്ലാന്ന്. അയ്യോ, അയ്യോ, വടികൊണ്ട് തല്ലല്ല സാറേ, കൈകൊണ്ട് തല്ലിക്കോ വേണേ. ഓക്കേ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി പറ സത്യം. ആരാ ഓടിയത്? അവർ എത്ര പേരുണ്ടായിരുന്നു? അതെല്ലാം മറന്നേക്ക്. എന്റെ പൊന്ന് സാറേ, ആ പെണ്ണിനെ തലക്കടിച്ച ഞാൻ ഒറ്റയ്ക്കാ. എങ്ങനെയാടാ സംഭവം നടന്നത്? പറയടാ. ഞാൻ ആ വീടിന്റെ അകത്ത് കയറി. അപ്പൊ ആ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. തലക്കര അരി കൊടുത്തിട്ട് ഇനി പോന്നു. എന്തൊരു ഈസി. അടിക്കാനുണ്ടായ കാരണം? നല്ല പെണ്ണ് ഒരു രസത്തിലൊന്നും അടിച്ചാ. ഇതൊന്നും കോടതിയിലേക്കില്ല സാർ. എങ്കിൽ രക്ഷപ്പെട്ട്. വക്കീലിനധികം ബുദ്ധിമുട്ടില്ലാതെ കോടതിയിൽ നിന്ന് ഊരി പോരാവല്ലോ. വക്കീലിനതൊരു പേരും ആവേ. അതൊക്കെ കോടതിയിൽ ഏൽക്കാവുന്ന തരത്തിൽ ഞാൻ പറയിക്കാം. ഒരു മോഷണ ശ്രമമായിരുന്നു നിന്റെ ലക്ഷ്യം. ഓ, അത് ശരി. ആ ലക്ഷ്യം വെച്ച് പാതിരാത്രി നീ ആ വീടിനടുത്തെത്തി. ചുറ്റും കണ്ണോടിച്ചു. യെസ്. മെല്ലെ നീ മതിലെടുത്ത് ചാടി. എന്നാ പിന്നെ ഗേറ്റ് തുറന്ന് കയറിയാ പോരെ സാറേ? പോരാ, കള്ളന്മാർക്ക് ആ ശീലമില്ല. കറക്റ്റ്. കേട്ടു പഠിക്കടോ. സോറി, ഞാനത് ഓർത്തില്ല. പിന്നെ പൈപ്പിലൂടെ 2ാം നിലയിലേക്ക് വലിഞ്ഞു കയറിയ ശേഷം കള്ളത്താക്കോലിട്ട് പിൻഭാഗത്തെ വാതിൽ തുറന്ന് നീ അകത്ത് കയറി. യാദർശികമായ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബെഡ്റൂമിൽ കിടക്കുന്ന ഒരു വനിത. അത് കണ്ടപ്പോൾ നിനക്കൊരു മോഹം തോന്നി. ബാക്കി ഞാൻ പറയാം സാർ. ആ വനിത എടുത്ത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. ആ വനിത മാസികയല്ല, മീനാക്ഷിയാണ്. മീനാക്ഷി. ഓ, മീനാക്ഷി. അവളെ നീ കടന്നു പിടിച്ചു. ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഈ കുറ്റം ഞാൻ സമ്മതിക്കില്ല. എടോ, അമേരിക്കൻ പ്രസിഡന്റ് വരെ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെയാ നീ? എടോ, കുറ്റം സമ്മതിക്കരുത്. ഇത് തന്നെ കൊടുക്കാനാ. മിണ്ടായിരടാ. ഇത് ഞാൻ സമ്മതിക്കില്ല. സത്യം പറയടാ, നീ അവളെ ബലാത്സംഗം ചെയ്തില്ലേ? അത് മാത്രം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കരുത്. ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ ചെയ്തു, ഒറ്റ പ്രാവശ്യം. അത് മതി. കോടതിക്കൊരു പ്രാവശ്യം മതി. അതിനുശേഷം എന്തുണ്ടായി സാർ? എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞാൽ
സത്യം പുറത്തു പറഞ്ഞെങ്കിലോ എന്ന് നിനക്ക് തോന്നി? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവൾ ഈ ജന്മത്ത് സത്യം പുറത്തു പറയോ? സാറിന് ഈ പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ സിറ്റുവേഷനിൽ ആവശ്യം നീ അവളെ തലക്കടിക്കേണ്ടതാണ്. കയ്യിൽ കരുതി വെച്ചിരുന്ന ചുറ്റുകൊണ്ട് നീ അടിച്ചു. അവൾ നിയന്ത്രണം വിട്ട് ഉരുണ്ടുരുണ്ട് താഴോട്ട് പോയി. ആര് ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞേക്കണം. എന്റെ വക്കീലിന് വാദിച്ച് ജയിക്കാനുള്ള വകുപ്പ് ഇതിലുണ്ടല്ലോ. നീ എന്താണോ എപ്പോഴും വക്കീല് വക്കീല്? ആരാ? ഐ ആം ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ആണ്. ഓ, ഇയാളോ? പിന്നെ ഊമയാണോ? അല്ല, കൂവോ? കൂടെ വന്നതാ. എന്താ ഉദ്ദേശം? ഈ പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ. നിങ്ങളെപ്പോലുള്ള അഡ്വക്കേറ്റ്സ് ഉള്ളത് കൊണ്ടാ ഇവനെ പോലുള്ള ക്രിമിനൽസിന് കുറ്റം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നത്. അതിനെന്ത് കുറ്റം ചെയ്തു? കേൾക്കണോ നിങ്ങൾക്ക്? പറയടാ, പറയാൻ. മുഴുവനും പറയണം. മുഴുവൻ വേണം. ഒരു മോഷണമായിരുന്നു എന്റെ ലക്ഷ്യം. ആ വീടിനകത്ത് കയറി മോഷ്ടിച്ചതിന് ശേഷം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു വനിത, അല്ല മീനാക്ഷിയെ കണ്ടത്. എനിക്ക് പെട്ടെന്നൊരു മോഹം തോന്നി. ബലാത്സംഗത്തിന് ശേഷം അവളുടെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ നോക്കി. പിന്നീട് ഞാൻ സ്ഥലം വിട്ടു. അതാണ് നടന്നത്. ബാല, സത്യം പറ, നീ ശരിക്കും ഇതൊക്കെ ചെയ്തതാണോ? ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടാണോ നീ ഒന്നും അറിയാത്തവനെ പോലെ എന്റെ കൂടെ നടന്നത്? നീ ഇത്രയ്ക്ക് ക്രൂരനാണോ? എന്താ ബാലട്ട് ഇതൊക്കെ? ഉണ്ണി, നീ എന്നെ ആപ്പിലാക്കരുത്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ജാമ്യം അനുവദിക്കണം. തൽക്കാലം പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു പിടിച്ച പ്രതിയാ. നാളെ തെളിവെടുപ്പിനായി ആശുപത്രിയിൽ കൊണ്ടുപോകണം. കോൺസ്റ്റബിൾ, വേഗം പത്രക്കാരെ വിളിച്ചു പറയടോ, SI ചാക്കോ അതിസാഹസികമായ ഒരു പ്രതിയെ കീഴടക്കിയെന്ന്. നോക്കിക്കോ, സംഭ്രമജനകമായ ഒരു കേസാക്കി മാറ്റും ഞാനിത്. വാടോ. പാലനെ പൊക്കിയതാണോ? പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുക. വാസോട്ടാ, സംഭവം സീരിയസ് ആണ്. ഉടനെ ജാമ്യത്തിലിറക്കണം. എങ്കിൽ നീ വേഗം ചെല്ല്. ഇത് കൈവിട്ടുപോയ കേസാ. ഞാൻ ശ്രമിച്ച ശരിയാവില്ല. ഈശ്വരമക്കിലെ തന്നെ പിടിക്കണം. എനിക്കൊന്നും കേക്കണ്ട. അയാളെ ജാമ്യത്തിലിറക്കാനും കേസ് വാദിക്കാനും ഞാനില്ല. നീ എന്റെ ചേട്ടനോട് പറ, ഒരു സുഖത്തിന് ദുഃഖം ഉണ്ടെന്ന്. സാർ പ്ലീസ്. ഇത്തരം പീഡന കേസുകൾ വാദിക്കാൻ എന്നെ കിട്ടില്ല. ബാലേട്ടൻ നിരപരാധിയാണ്. ആയിരിക്കാം. ഇതുപോലെ നിരപരാധിയുടെ പീഡന കേസ് പണ്ട് ഞാൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ക്രോസ് വിസ്താരം ചെയ്തപ്പോ ആ പെണ്ണ് പറയാ, ഈ നിൽക്കുന്ന വക്കീലും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അതായത് ഞാൻ. അന്ന് ആ കേസ് പെട്ടിട്ട് ഇതുവരെ എനിക്ക് ഊരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നെ വിട്ടുപിടി, എന്നെ വിട്ടുപിടി, എന്നെ വിട്ടുപിടി. സാറിന്റെ കൂടെ കുറച്ച് ദിവസം ജൂനിയറായി നിന്ന് ഓർത്തെങ്കിലും. അതോർത്താ ഞാൻ നിന്റെ ചേട്ടന് വേണ്ടിയല്ല, വാദിക്ക് വേണ്ടി അപ്പിയർ ചെയ്യേണ്ടി വരും. ഒന്ന് പോടോ. ഞാൻ നിനക്കെടുത്താൻ വന്നിരിക്കുന്നു. അല്ലേ? ആ ബാലന്റെ കേസ് സാർ ഏറ്റെടുക്കണം. അയാളെ ജാമ്യത്തിലിറക്കണം. അതിനാണ് ഞാൻ വന്നത്. കുട്ടി എന്താണ് ഈ പറയണത്? നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കല്ലേ വേണ്ടത്? ഒരിക്കലും കൂട്ടു നിൽക്കരുത്. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമല്ലേ തകർന്നത്? കുട്ടിക്കാണ് സംഭവിച്ചെങ്കിലോ? എനിക്ക് തന്നെയാണ് സാർ ഇത് സംഭവിച്ചത്. ആ മീനാക്ഷി ഞാനാണ്. വാദി പ്രതിക്ക് വേണ്ടി വാദിക്ക്. വേണ്ട വേണ്ട, ചെല്ലേ. അവനൊക്കെ അകത്ത് കിടന്ന ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് വഴി നടക്കാം. കുട്ടി പോ. അയാളെ ജാമ്യത്തിലിറക്കാൻ എത്ര രൂപ വേണേലും ഞാൻ കെട്ടിവെക്കാം. പക്ഷേ ഞാനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയരുത്. ജയസാധ്യതയുള്ള കേസുകളെ ഞാൻ വാദിക്കാറുള്ളൂ. ഈ കേസിൽ സാർ ജയിക്കും, എനിക്ക് ഉറപ്പാ. ഉടനെ ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും സാർ നോക്കണം. നല്ല ആൾക്കാരാ. കല്യാണം ഉറപ്പിക്കുമ്പോ എന്നെ കൂടി ഒന്ന് അറിയിക്കണ്ടേ? എന്തിന്? നിന്നെ ശരിക്കും അറിയാവുന്ന ഞങ്ങൾക്ക് നിന്നോട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഒരു ചടങ്ങെന്ന നിലയിൽ ചോദിച്ചേക്കാം. ലക്ഷ്മിയെ നിനക്ക് ഇഷ്ടമാണല്ലോ. ഓ, എന്തായാലും ചോദിച്ചല്ലോ, സന്തോഷായി. എന്റെ ബാലേട്ടാ, ബാലേട്ടന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിയുമ്പോ ഈ പാവം ബാലേട്ടനെ മറക്കരുത്. ഞങ്ങളുടെ കല്യാണോ? ബാലേട്ടൻ എന്തീ പറയണേ? നീ ലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. ബാലേട്ടനും ലക്ഷ്മി ആയിട്ടുള്ള കല്യാണം ഞാൻ കരുതിയത്. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നിനക്ക് ലക്ഷ്മി ഇഷ്ടമല്ലേ? ഇഷ്ടാണ്, എന്റെ ഏട്ടത്തി പോലെ. എടാ, ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും തന്ന് നമ്മളെ കൂട്ടുകാരെ പോലെ കൂടെ കൂട്ടി വളർത്തിയതായി വാസുവട്ടൻ. ഇവള് നിന്നെ ഒരുപാട് മോഹിച്ചതാടാ. എനിക്കറിയാം, നിനക്ക് ഇവളെ ഇഷ്ടമായിരുന്നു. നീ വലിയ വക്കീലായപ്പോ ഇവൾ ആരും അല്ലതായല്ലേ? ബാലേട്ടൻ
വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നീ എതിര് പറയരുത്. എന്റെ കല്യാണക്കാര്യത്തിൽ ആരും ഇടപെടരുത്. എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എടാ ഉണ്ണി, നിൽക്കാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. വേണ്ട. എന്റെ ലക്ഷ്മി അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. വാസുട്ടാ. എന്തൊരു ദുരന്ത ഭഗവാനെ ഇത്. ഈ കുട്ടിക്ക് ഇങ്ങനെ ദുർബുദ്ധി തോന്നാൻ എന്താ കാരണം? പലതും പറയണ്ട്. നേരാണോ നോണയാണോ എന്ന് അറിഞ്ഞൂടാ. നേരെ തന്നെ. ലോറി ഡ്രൈവറെക്കാൾ വലിയ ബന്ധം കിട്ടിയതിന് കൊണ. ഒച്ച വയ്ക്കരുത്, ഇതൊരു മരണസ്ഥല. എല്ലാം വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ലടാ. ദേ ഈ നിൽക്കണോന്റെ അനിയൻ വക്കീല് വയറ്റിലുണ്ടാക്കി കാല് മാറിയിട്ടാ പെണ്ണ് എത്തത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവരുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കണം. പട്ടി തെണ്ടി പറഞ്ഞ് കേട്ടില്ലേ? പറഞ്ഞത്. ആഹാ, ഈ നേരത്തെ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? വാസുവേട്ടന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാടാ? ഒരക്ഷരം മിണ്ടിപ്പോരുത്. പോടാ ഇവിടുന്ന്. ഞാൻ പോവില്ല. എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന്. ആഹാ, ഇനിയും ഞാനത് വിശദീകരിക്കണോ? എല്ലാം തുറന്നു പറയണോ? പറയണം. കാര്യമറിയാതെ സംസാരിച്ച് ഇല്ലാത്ത കുറ്റം അടിച്ചേൽപ്പിച്ചാലുണ്ടല്ലോ, ചേട്ടനാണ് ഞാൻ നോക്കില്ല. നിനക്കെന്നെ തല്ലണോടാ? വിട്ടുപോരുന്നവന് അത് പറയാൻ നീ ആരാ? മാറാ മുമ്പിൽ. ഉണ്ണി ചോദിച്ചില്ല എന്ത് തെറ്റ് ചെയ്തെന്ന് പറ, എന്നിട്ട് തല്ലുകൊല്ല്. ഈ മരണത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് എനിക്ക് തെളിയിക്കണം. എല്ലാവരും അറിയണം. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു പെണ്ണോട്ട് ഇഷ്ടത്തില്ല. ഒരു പെണ്ണിനെ ഭാര്യയെ മനസ്സിൽ കണ്ടിട്ട് വേറൊരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കൊള്ളാം, അസലായി. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനുള്ള അടവല്ലേ? അല്ല. പിന്നെ ഏത് പെണ്ണിനെയാണ് നീ പ്രേമിച്ചത്? പറ. ഈ നിൽക്കണ ഈശ്വരൻ വക്കീലിന്റെ മകൾ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില്ല. നീ മിടുക്കനാടാ, മിടുക്കൻ. നിനക്കിപ്പോ പഠിപ്പുണ്ട്, തൊഴിലുണ്ട്. ഇനി വേണ്ടത് വലിയടുത്തൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. വേണ്ട, ഇതോടെ എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു അനിയനില്ല. വാസുട്ടെങ്കിലും എന്നെ മനസ്സിലാക്കണം. ലക്ഷ്മി എന്നെ സ്നേഹിച്ചത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെല്ലാവരും കൂടി മനസ്സിലുറപ്പിച്ച കല്യാണം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി എന്നെ കുറ്റക്കാരനാക്കരുത്. എനിക്കത് സഹിക്കില്ല. എന്താ മോളെ ഇത്? ആൾക്കാരെന്താ വിചാരിക്കുക? അവിടെ തൃശ്ശൂരിൽ നിന്ന് കുറുപ്പും കുടുംബം വന്നിരിക്കുക. എന്തെങ്കിലും ലോഹ്യം പറയൂ ചെന്നിട്ട്. നാളെ കല്യാണത്തിനെത്തുന്നവരോട് പെണ്ണ് കാമുകളുടെ പൊളിച്ചോടി പോയി ഞങ്ങൾക്ക് വിഷമം. നീ പോവാൻ നോക്കണം. എന്താ അവിടെ? എന്താ എന്താ ഇയാളെ കണ്ടില്ലായിരുന്നു. ഈ പെണ്ണ് നാളെ കല്യാണ പന്തലിൽ ഉണ്ടാവില്ലായിരുന്നു. കൊണ്ടുപോയി പൂട്ടിയുടെ ശവത്തിനെ. ബാല, ബാല, എടാ നമ്മുടെ ഉണ്ടിയെ തല്ലി ചതച്ച് ലോറി തെരുവി വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ ഈശ്വരൻ വക്കീലിന്റെ ഗുണ്ടകൾ. നാളെ അയാളുടെ മോടെ കല്യാണമാ. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് അവര് തല്ലി ചതച്ചത്. അവനെ തല്ലിയോ കൊല്ലിയോ എന്തു വേണം ചെയ്തോട്ടെ. നിന്റെ മനസ്സിൽ അവനോട് കലി കാണും. അതെന്നോടുള്ള സ്നേഹം കൊണ്ടാ. എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാ. നമ്മുടെ ഭാഗത്തെ തെറ്റ് അവനെ അറിയിക്കാതെ എല്ലാം കണക്കൂട്ടിയ നമ്മളല്ലേടാ. അവന്റെ ഇഷ്ടം നമ്മൾ ആരെങ്കിലും തിരക്കിയോ? ഇല്ല. എന്റെ ലക്ഷ്മി മോള് പോയത് ഉണ്ണി കാരണമല്ല. അവൾക്ക് ഈ ഭൂമിയിൽ ദൈവം അത്രേ വിധിച്ചിട്ടുള്ളൂ. നീ എന്താടാ ഒന്നും മിണ്ടാത്ത? എടാ അവന്റെ ദേഹത്ത് ഒരു തരി പൂഴി വീണാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ?
എന്താണ് അനങ്ങാ പറ പോലെ നിൽക്കുന്നത്? ചോരത്തിളപ്പ് ഇപ്പൊ അല്പം കുറവാണെങ്കിലും ഞാനുണ്ടടാ അവന്മാരോട് ചോദിക്കാൻ. വാസോട്ടാ വേണ്ട, വാസോട്ടൻ ഉണ്ണിയെടുത്തുണ്ടാവണം. ഏത് നായന്റെ മോനാടാ എന്റെ അനിയന്റെ മേത്ത് കൈവച്ചത്? നിനക്കൊന്നും തല്ലി ചതക്കാനല്ലടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചു വലുതാക്കിയത്. തല്ലാൻ തന്റെ ഇടം കാണിച്ച കഴിവേറുകൾ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ബാല, ബഹളം വെച്ച് മാനക്കേട് ഉണ്ടാക്കരുത്. നിന്റെയൊക്കെ മാനം കളയാൻ തന്നെയാടാ ബാലൻ വന്നിരിക്കുന്നത്. ഇറക്കി വിടുവോ തന്റെ മോളെ? വെറുതെ ഇവിടെ ഒന്ന് വീമ്പിളക്കിയാലുണ്ടല്ലോ. ബാലന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ഒടിച്ച് നുറുക്കിക്കളയും നിന്നെ. ഞാൻ ഈരാളി ബാലൻ, ഉണ്ണിയുടെ ഏട്ടനാണ്. എന്റെ അനിയനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ എന്റെ കൂടെ. നിന്നെ തടയാൻ ചങ്കുറപ്പുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടാവില്ല. എന്താടി ഒന്നും മിണ്ടാത്തത്? പേടിയുണ്ടെങ്കിൽ എന്തിനാടി പുല്ലെ പ്രേമിക്കാൻ പോയത്? പടി മുന്നും പിന്നും നോട്ടമില്ലാത്തവനാ ബാലൻ. അടുത്തേക്ക് വന്ന നിന്റെയൊക്കെ കൈയും കാലും ഞാൻ അരിഞ്ഞുകളയും. അടിച്ച് കൊല്ലണം അവനെ. തൊട്ടുപോകരുതാരും. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോന്നെ. വേണമെങ്കിൽ മകളെ മനസ്സിൽ അനുഗ്രഹിച്ചയച്ചോ. ഇനി എന്റെ അനിയന്റെ ഭാര്യയായിട്ട് ഇവൾ എന്റെ വീട്ടിലുണ്ടാവും. ബാ കേറിക്കോളൂ. ഏതാ പുതിയ ലോഡ് വണ്ടിയില്? വക്കീലിന്റെ മോള് അല്ലേ? ഞാൻ നിന്നെ തിരക്കി നടക്കുമ്പോഴറിഞ്ഞത് അനിയന് വേണ്ടി ചേട്ടൻ ഒരു ചരക്കിനെ പൊക്കാൻ പോയിരിക്കുകയാണെന്ന്. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നിനക്കെന്നെ അറിയാലോ. മീനാക്ഷിയുടെ ലവറിന്റെ വേഷം വെറും ഒരു ലോറി ഡ്രൈവറായി നിനക്ക് ചേരില്ല. പിന്മാറണം, അതാ നിനക്ക് നല്ലത്. തൽക്കാലം അത് ഉദ്ദേശിക്കുന്നില്ല. കാമുകന്റെ വേഷം എനിക്ക് ചേരുവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അയ്യേ, അങ്ങനെ അവസാനം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഈ വിശ്വനില്ല. അതിനു മുമ്പ് വിശ്വൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഏതായാലും ഇന്നൊരടി പ്രതീക്ഷിച്ചാ ബാലൻ ഇറങ്ങിയത്. അത് അവിടെ നടന്നില്ല. ആ പെണ്ണിന് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നാലെ ചുറ്റുന്നത്? ബാലനെ അവൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻ തന്നെ കെട്ടുകയും ചെയ്യും. തടയാമെങ്കിൽ തടഞ്ഞോടാം. സൂക്ഷിച്ചിറങ്ങണേ പതുക്കെ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. കൺഗ്രാറ്റ്സ്. പെണ്ണായാൽ ഇത്രയും തന്റെ ഇടം വേണം. കുറച്ചുകൂടെ നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചു. വരണം എന്നുണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാതെ മറ്റൊരു പ്രോഗ്രാം. ഇനി ബാലേട്ടന്റെ കല്യാണം കൂടെ കഴിഞ്ഞു കാണാൻ ഒരു ആഗ്രഹം. അത് പിന്നെ ഞാൻ മാത്രം ചിന്തിച്ചാ പോരല്ലോ. ഇക്കാര്യത്തിൽ സ്വയം തീരുമാനിച്ചാ മതി. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അനിയന്റെ കല്യാണത്തിനിടയ്ക്ക് ചേട്ടന്റെ പ്രേമം അടയ്ക്കടാ. വന്നാട്ടെ. എന്താ? അതെ, നാളെ ഒരു 3 മണിക്ക് ഹോളി ബീച്ചിലെത്തുവോ? എന്തിനാ? അത് അപ്പ പറയാം. അതുവരെ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. തീർച്ചയായിട്ടും വരണം. ആ, ഉം? ആ.
അതിവിടെ കൊടുത്തേ. ഇനി എന്ത് ഷൂർ വർത്താനാ പറഞ്ഞേ? ഈ മീനാക്ഷിയുടെ ഒരു കാര്യം, കൊച്ചു കുട്ടികളുടെ പ്രകൃതമാണ്. നാളെ 3 മണിക്ക് ഹോളി ബീച്ചിൽ എത്തണമെന്ന് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട ചേട്ടാ, വേഗം നടത്താൻ ചേട്ടാ എന്നൊക്കെയല്ലേ പറഞ്ഞ? ഉറപ്പാ. പോടാ. അവര് നാണം കണ്ടില്ലേ? 3 മണിക്ക് നമ്മൾ അവിടെ ചെല്ലുന്നു, ഇവന്റെ മീനാക്ഷിയുടെയും കല്യാണം ഉറപ്പിക്കുന്നു. നേരത്തെ വന്നു കേട്ടോ. ഇതെന്ത് പറ്റി? പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിയല്ലോ. ഈ ഡ്രൈവർമാർക്കും ഇത്ര കൃത്യനിഷ്ഠയുണ്ടോ? ലോകത്ത് കൃത്യനിഷ്ഠമുള്ള ഒരേ ഒരു വർഗം ഈ ഡ്രൈവർമാരാ, പ്രത്യേകിച്ച് ലോറിയുടെ. അല്ല, ഞങ്ങളെക്കാൾ നേരത്തെ ഇയാളെന്തിനാ എത്തിയത്? ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ വീട്ടിൽ ഉണ്ടാവില്ലല്ലേ? അപ്പൊ ഇനി സമയം കളയണ്ട, കാര്യത്തിലേക്ക് കടക്കാം. വരട്ടെ, ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഇനി എന്തിനൊരാള്? പുഷ്കര, ഈ വക കാര്യങ്ങൾ പറയുമ്പോ 3ാമതൊരാൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ദേ, ആണെത്തി. ഷാർപ്പ് 3 o'clock. പുള്ളി അങ്ങനെയാ, പറഞ്ഞ സമയം കറക്റ്റാ. ഇത് വിൽസൺ. ഹലോ. ഞാൻ വാസു, കിളിയാ ലോറിയുടെ. ഞാൻ പുഷ്കരൻ, പഞ്ചറ. എന്റെ ഞാൻ ബാലൻ, ഇതെന്റെ അനിയനാ ഉണ്ണികൃഷ്ണൻ, വക്കീലേ. തന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർപ്രൈസിന് വേണ്ടിയല്ലേ മുൻകൂട്ടി ഇരുകൂട്ടരോട് ഒന്നും പറയാതിരുന്നത്. ഇനി ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്റെ ദൈവമേ, റേപ്പ് മുതൽ ലവ് വരെ ദേ ഈ ബാലിനോട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. അതൊക്കെ കല്യാണം കഴിഞ്ഞ് വിശദമായി പറയാം. എന്താ എല്ലാരും സ്തംഭിച്ചു നിൽക്കുന്നത്? ഇതാരാണെന്നറിയോ? അറിയില്ല. ഇതാണ് എന്റെ വുഡ് ബി. ഈ ഹണി ബി എന്ന് കേട്ടിട്ടുണ്ട്. ഇതേത് ബി? എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളാണ്. ഈ ക്രിസ്ത്യാനി ചെക്കനോടുള്ള എന്റെ കടുത്ത പ്രേമം കാരണം ഞാൻ എന്റെ വീട്ടുകാരുമായി ഇടഞ്ഞതും അവര് വിഷ്ണുവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതും. എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ട അവസരം ഒത്തുവരണ്ടേ? മാത്രമല്ല, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലീക്ക് ഔട്ട് ആയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയണ്ടല്ലോ. എന്നാലും ഇത് ഒത്തിരി താമസിച്ചു പോയി. ഏയ്, ഒന്നുമില്ലെന്നേ. ഞങ്ങൾ 2 ആളും ഗൾഫിലേക്ക് മുങ്ങാൻ നേരത്തെ തീരുമാനിച്ചതാ. എനിക്ക് കൂടി വിസയൊപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു വിൽസൺ. ഇപ്പൊ എല്ലാം ശരിയായി. ഇനി ഞങ്ങൾ ഏത് നിമിഷവും പറക്കുകയും ചെയ്യും. ആ പിന്നെ വിൽസൺ, ഈ ബാലൻ നല്ലൊരു നടനാട്ടോ. എന്റെ ലവറിന്റെ വേഷത്തിൽ തകർത്ത് അഭിനയിക്കായിരുന്നു ഇതുവരെ. ഇനിയും വേണം ചില ഉപകാരങ്ങളൊക്കെ. എന്റെയും വിൽസന്റെയും കല്യാണം നിങ്ങളൊക്കെ കൂടി വേണം നടത്തി തരാൻ. എന്തിനാ മീൻ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞാ മതി റോൾ എന്താണെന്ന്. ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് വരെയുള്ള സെക്യൂരിറ്റി, ദാറ്റ്സ് ഓൾ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിചയപ്പെട്ടതില് സന്തോഷായിട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്നോടെങ്കിലും നേരത്തെ ഒന്ന് പറയായിരുന്നു. മീനാക്ഷിയുടെ ഇത്തരം കുസൃതികൾ ചിലപ്പോ താങ്ങാൻ പറ്റിയത് വരില്ല. പോട്ടെ. ഈ ഒരു മുഹൂർത്തം അപൂർവ. നായികയുടെ മനസ്സിലെ വില്ലൻ നായകനാകുന്ന മുഹൂർത്തം. എന്താ പോലീസിനെ കണ്ടപ്പോ നായകന്റെ മുഖം മാറിയത്? എന്താ സാർ, ഓഡിറ്റോറിയത്തിൽ വല്ല കള്ളന്മാരും കയറി പറ്റിയോ? കയറി പറ്റിയിട്ടുണ്ട്. അതാരാണെന്നറിഞ്ഞ് പിടികൂടാനാ ഇവിടെ വന്നത്. സാധാരണ എല്ലാം അവസാനിച്ചിട്ടേ പോലീസ് എത്താറുള്ളൂ. ഇതൊരല്പം നേരത്തെ ആയി പോയി എന്ന് മാത്രം. എക്സ്ക്യൂസ് മീ, ഐ ആം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, മീനാക്ഷിയുടെ ലീഗൽ അഡ്വൈസർ. മാഡം, ഇതാണ് മീനാക്ഷിയുടെ ഡാഡി മാധവൻ തമ്പി. ഇത് മീനാക്ഷി. ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ്, ഐ ആം ജാനകി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഞങ്ങൾക്ക് മീനാക്ഷിയുടെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മുഖേന ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫോഴ്സ് മാരേജ്. ഈ കുട്ടിയുടെ ഇഷ്ടപ്രകാരം അല്ല ഈ കല്യാണം നടക്കുന്നതെന്ന്. സമ്മർദ്ദം ചെലുത്തി ഈ കല്യാണം നടത്താൻ നോക്കിയ കുറ്റത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. ആർക്ക് താല്പര്യമില്ലാതെ ആര് കല്യാണം നടത്തി? ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല.
അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ, ഈ കുട്ടി പറയട്ടെ. ഇത് ചതിയാ, ചതി. മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിത്തേക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയായത്. മാഡം, നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം ഞങ്ങളുടേത്. എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അന്നേ പിന്മാറിയാനെ. അന്ന് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് മീനാക്ഷി നിങ്ങളോട് ആവശ്യപ്പെട്ടതല്ലേ? പറയണം. നിങ്ങളതൊരു വാശിയായി കരുതിയായിരുന്നില്ലേ? നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് പുലമ്പുന്നത്? വാശിയും വൈരാഗ്യം തീർക്കാൻ ഒരു അച്ഛൻ മകളെ കെട്ടിച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ? മാഡം, ഇതിൽ തന്നെ ഇതെല്ലാം പച്ചക്കള്ളാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടെത്തിയ വരന്റെ സൽസ്വഭാവം ഞാൻ പറയണോ? ഈ മീനാക്ഷിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതും സ്റ്റെയർകേസിൽ തള്ളിയിട്ട് ആശുപത്രിയിലാക്കിയതും ഇയാളല്ലെന്ന് പറയട്ടെ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? അല്ല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? താങ്ക്സ്. ഇതൊക്കെ നുണയാണ്. തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഈ കുറ്റം എന്റെ മേൽ വന്നപ്പോ, മീനാക്ഷിയെ ഞാൻ ബലാത്സംഗം ചെയ്തു എന്നറിഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറിയില്ല? എന്തുകൊണ്ട് വീണ്ടും വിവാഹത്തിന് തയ്യാറായി? അതല്ല നുണയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം സത്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നല്ലേ? തമ്പി, ഞങ്ങളിവിടെ വിസ്തരിച്ച് അപമാനിക്കാനാണോ പ്ലാൻ? അദ്ദേഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല. മകളെ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ മാനം രക്ഷിക്കാനായി നിങ്ങളുടെ മകന്റെ തലയിൽ ഈ മീനാക്ഷിയെ കെട്ടിയേൽപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനി ചെറുക്കനോ? അതൊരു പുതിയ അറിവാണല്ലോ. അത് ഇവർക്കെല്ലാം പഴയ അറിവായിരുന്നു. ഈ നിൽക്കുന്ന വിൽസനാണ് ആ ചെറുപ്പക്കാരൻ. ഒരു ലോറി ഡ്രൈവറുടെ വെറും വാക്കാണെന്ന് കരുതി പുച്ഛിക്കരുത്. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ സാർ കല്യാണം കഴിക്കേണ്ടത്? അതിനിടയിൽ ജാതിയും മതവും പറഞ്ഞ് അവരെ വേർതിരിക്കുന്നത് ശരിയാണോ? ഈ വിൽസനെ മീനാക്ഷിക്ക് ഇഷ്ടാ, എനിക്കറിയാം. ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കണം സാർ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളൊക്കെ പിന്നിലുണ്ട് സാർ. കാമുകനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടി? ഞങ്ങൾ കുടുംബത്തിൽ പിറന്നോരാ. മണ്ഡപത്തിൽ നിന്ന് പോലീസും പട്ടാളവും ഇറക്കി വിടും മുമ്പ് ഞങ്ങളങ്ങ് പോവാ. നിങ്ങൾ ക്രിസ്ത്യാനെ കൊണ്ട് കെട്ടിക്കോ കെട്ടിക്കാതിരിക്കോ? എന്റെ മോൻ ഇങ്ങനെ ഒരു പെണ്ണിനെ വേണ്ട. വാടാ. നിൽക്കേ. എന്തിനാ? അതൊക്കെ പറയാം. കുടുംബത്തിൽ പിറന്ന ഈ ചെക്കനെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കിവനെ വേണം. എന്തിന്? എന്റെ പ്രമോഷൻ ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് ജീപ്പിൽ കയറി ആസ്ഥാനത്തേക്ക് പോകാം. വരൂ. ഞാൻ വരുന്നൊന്നുമില്ല. മിസ്റ്റർ തമ്പി എന്താ മറുപടി ഒന്നും പറയാത്തത്? ഞാനായിട്ട് എന്ത് പറയാൻ? നാട്ടുകാർ മൊത്തം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തോന്ന് വിളിക്കാൻ? നടക്കട്ടെ. കെട്ട് ഇവിടെ വെച്ച് വേണോ അതോ പള്ളിയിൽ വെച്ച് വേണോ? ഏതായാലും എല്ലാവരെയും വിളിച്ചു വരുത്തി. ഇനി ഇവിടെ വെച്ച് തന്നെ ആകാം. സദ്യയും വേസ്റ്റ് ആവില്ലല്ലോ. തീരുമാനിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 4-5 വർഷമായി ഞാനും വിൽസനും സ്നേഹത്തിലായിട്ട്. അതിലും ശരി, ഞാൻ വിൽസനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നതാ. എന്നെയും കൊണ്ട് തിരിച്ചു പോകാൻ ഗൾഫിൽ നിന്നെത്തിയ ഇദ്ദേഹം എനിക്ക് സംഭവിച്ച ട്രാജഡി കണ്ട് തെറ്റിദ്ധരിച്ചു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് വിൽസൺ എന്നോട് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ അതിന് തയ്യാറായില്ലെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി, എന്നെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിൽസന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന്. മടിക്കണ്ട, വാങ്ങിച്ചോളൂ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഡോക്ടർ തന്നെ തന്ന സർട്ടിഫിക്കറ്റ് ആയത്. ഈ വിൽസനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാ എന്റെ നിശ്ചയിച്ച ഈ കല്യാണം മുടക്കാൻ ഞാൻ ഈ ലോറി ഡ്രൈവറെ കരുവാക്കിയത്. അതിലേറെ തെറ്റിദ്ധരിച്ചത് ഈ പാവ മനുഷ്യനാണ്. വേണമെങ്കിൽ എന്റെ സെൽഫിഷ്നെസ് എന്ന് കരുതാം. പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കാനായിരുന്നില്ല ഒന്നും. നിങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി. വളരെ വൈകി മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഒരു ഭാഗത്ത് എന്റെ ജീവിതം വിലയ്ക്ക് വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ, ഹൃദയം തുറന്നു കാണിച്ചിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരാൾ. ഇവർക്കിടയിൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാനായി കഷ്ടപ്പെടുന്ന, സ്നേഹം പിടിച്ചു വാങ്ങാൻ അറിയാത്ത ഒരു സാധാരണക്കാരൻ. മീനാക്ഷിക്ക് ഈ ജന്മത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കിയ, എന്നെ സ്നേഹിച്ച ഈ നിൽക്കുന്ന ഈരാളി ബാലനോടൊപ്പമായിരിക്കും. ഞാൻ സ്നേഹിക്കുന്നവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്? വേണ്ട, ഞാനൊരു ലോറി ഡ്രൈവറാ, പാവപ്പെട്ടവനാ. മറുത്തു പറയരുത്. പറയില്ല. പറഞ്ഞാ ഞാൻ അവനെ കൊല്ലും.
കാരണം അവ അത്രയ്ക്ക് കൊച്ചിനെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കല്യാണം ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിൽ നടത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് ഞങ്ങൾ ലോറിത്തെരുവിൽ വെച്ച് വളരെ വിശാലമായിട്ട് കൊണ്ടുവരാൻ പോവാ. അവിടെ വെച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ ഞങ്ങളുടെ ബാലൻ താലി കെട്ടും. ഈ കല്യാണം ഒരു തകർപ്പൻ വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.